إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വിസ്ഡം യൂത്ത് കണ്ണൂർ മണ്ഡലം സംഘടിപ്പിച്ചിട്ടുള്ള വിജ്ഞാനവേദിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഇരുത്തത്തെയും സംസാരത്തെയും കേൾവിയെയുമെല്ലാം ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വിശ്വാസിയുടെ കുടുംബം എന്ന ഒരു വിഷയമാണ് ഒരല്പസമയം നമുക്കിവിടെ ചർച്ച ചെയ്യുവാനുള്ളത്. നമുക്കറിയാം, കുടുംബരംഗങ്ങൾ ഏറെ മലീമസമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കുടുംബം എന്ന സംവിധാനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത വലിയൊരു ശതമാനം പുതിയ തലമുറയിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വിവാഹം കഴിക്കണ്ട വെച്ചാൽ എന്തിനാ വിവാഹം ചോദിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികൾ വിവാഹം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ഒരു പ്രതിസന്ധി. അതിന് പല കാരണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ കുടുംബജീവിതം ഒരു സമാധാനപൂർണമായി മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികൾ കാണുന്നില്ല എന്നുള്ളത് അതിനൊരു കാരണമാണ്. നമ്മുടെയൊക്കെ മക്കളെ, നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ് നമുക്കൊക്കെ മക്കളുണ്ട്. ഭർത്താവ് എന്ന് പറയുന്ന ഞാനും ഭാര്യ എന്ന് പറയുന്ന എൻ്റെ ഇണയും തമ്മിലുള്ള ബന്ധത്തെ എൻ്റെ മക്കൾ കാണുകയാണ്. അപ്പം മക്കൾ തീരുമാനിക്കുകയാണ്, ഇങ്ങനെയാണ് ഇപ്പം എന്തിനാണ് കല്യാണം? കാരണം രാവിലെ എണീറ്റത് മുതൽ
ഒരു സുഖകരമായ അന്തരീക്ഷത്തിലല്ല ഒരു വീടിന്റെ അകത്തളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ മക്കളിൽ വലിയൊരു സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെയും പല കാരണങ്ങളുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അതെത്ര സുന്ദരമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ആദർശ രംഗത്തൊക്കെ ഇസ്ലാമിന്റെ ഒരു തനതായ രീതികളും വിശ്വാസങ്ങളൊക്കെ നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട്. നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ എവിടെയെങ്കിലും ഒരു അല്പം ബിദ്അത്ത് കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ഏറെ ജാഗ്രതയോടുകൂടി നമ്മൾ നോക്കിക്കാണാറുണ്ട്. ആരെങ്കിലൊക്കെ ഒരു ബിദ്അത്ത് ചെയ്യുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിന് വെറുപ്പാണ്. ഒന്നും പറയാൻ വയ്യെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോരുകയും ചെയ്യും നമ്മൾ, അല്ലേ? ഉണ്ടാകണം എന്നാണ്, അത് ഉണ്ടാകണം. അത് ഈമാനിന്റെ ഒരു ലക്ഷണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു തിന്മ കണ്ടാൽ നിങ്ങൾ അതിനെ എതിർക്കണം എന്നാണ്. കൈകൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ കൈകൊണ്ട് തടയണം. ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, അത് നിങ്ങൾക്ക് കഴിയില്ലേ, നിങ്ങൾ നാവുകൊണ്ട് തടയണം, ചെയ്യരുത് എന്ന് പറയണം. ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി, അതിനും നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഹൃദയം കൊണ്ടുള്ള ഒരു വെറുപ്പെങ്കിലും ഉണ്ടാകണം. എന്നിട്ട് ആ ഒരു മൂന്നാമത്തെ അവസ്ഥയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദാലിക അദ്അഫുൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണിത്. എന്ന് വെച്ചാൽ ഒരു ഈമാനിന്റെ ഒരു കണിക ഹൃദയത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു തിന്മയോട് ഒരു നിലക്കും സമരസപ്പെട്ടു പോകൂല എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മളൊരു ബിദ്അത്ത് കാണുമ്പോൾ, അല്ലേ, നമ്മൾ പള്ളിയിൽ ഇങ്ങനെ ആളുകൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ നിസ്കാരിച്ചൊരു ഫർദ് നിസ്കാരിച്ചൊരു കൂട്ടുപ്രാർത്ഥന നടത്തിയ നമ്മൾ എങ്ങനെയെങ്കിലും അവരോടൊന്ന് പറയണം, ഇത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. എങ്ങനെയെങ്കിലും ഒന്ന് പറയാനൊരു ശ്രമം നമ്മൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഒരു മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും ഒന്ന് ദിക്ർ ചെല്ലുമ്പോൾ എങ്ങനെയെങ്കിലും ഓനെ കണ്ടതൊന്നും ഇല്ലാതെന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊരു മാനസികമായ താല്പര്യമെങ്കിലും നമുക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, ഇത്രയധികം വിശ്വാസ രംഗത്തും കർമ്മരംഗത്തൊക്കെ ഒരു ജാഗ്രത അല്ല നമ്മൾ. എന്താ നമ്മളെ കുടുംബ ജീവിതത്തിലാണ് ഇസ്ലാമിന് കൊണ്ടുവരാത്തത്? എന്താണ് കുടുംബരംഗത്ത് ഇത്ര കണിശമായ ഒരു ഇസ്ലാമികമായ ഒരു ചുറ്റുപാട് ഉണ്ടാക്കണമെന്ന് ഒരു രക്ഷിതാവ് ആഗ്രഹിക്കാത്തത്? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഇപ്പൊ ഈ ഒരാളിൽ, അല്ലേ, 100 ആൾക്ക് ഇരിക്കാൻ കഴിയും. നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ എങ്ങനെ പോവുക? ഒരു കല്യാണത്തിന് മുമ്പ് എങ്ങനെ നമ്മൾ പോവുക? നമ്മളിങ്ങനെ ഇറങ്ങിപ്പോരല്ലല്ലോ ചെയ്യുക. നമ്മളെ ഭാര്യ, കുട്ടികൾ, അത് 2 ദിവസം മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ട മുഴുവൻ അറേഞ്ച്മെന്റ്സും ചെയ്യും. ഒരു വാഹനം ഏൽപ്പിക്കും. നമ്മളടുത്ത് വാഹനം ഇല്ലെങ്കിൽ പുതിയ ഡ്രസ്സ്, എല്ലാ സംവിധാനങ്ങളായിട്ട്. നമുക്കിപ്പോൾ ഒരു കല്യാണത്തിനുള്ള പണി എന്താ? ആ നിക്കാഹിന്റെ സമയത്ത് അവിടെ ചെല്ലുക, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു പോരെ. ഈ പണിയുള്ളൂ യഥാർത്ഥത്തിൽ. നമ്മൾ 2 ദിവസം മുമ്പേ അവിടെ ചെല്ലും, അല്ലെ അവല് സുബഹിക്ക് രാവിലെ അവിടെ എത്തും, അല്ലേ? അത് കുടുംബസമേതാണ്. ഇപ്പൊ ഈ വിജ്ഞാനവേദി ഇവിടെ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഏകദേശം എല്ലാ വീട്ടിലും ഇത് എത്തിയിട്ടുണ്ടാവും എന്നാണ്. ഇതിൻ്റെ ഒരു നോട്ടീസെങ്കിലും എത്തിയിട്ടുണ്ടാവും, അല്ലേ? ഇത് എത്ര ആളപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്? ഇതന്നെയാണ് നമ്മുടെ പ്രശ്നം. എന്നുവെച്ചാൽ ദീനിങ്ങനെ നമ്മളങ്ങനെ കോലത്തിലുണ്ട് എന്നല്ലാതെ ഇതൊന്നും ആഴത്തിൽ ഇറങ്ങിയിട്ടില്ല. അവനവൻ്റെ കുടുംബത്തിൽ ദീന് വേണമെന്ന് ഒരു മനുഷ്യനും താല്പര്യമില്ല. ഇത് പച്ചയായിട്ട് പറയാം. നമ്മൾ ദീനിന്റെ വലിയ ആൾക്കാരൊക്കെ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അവനവൻ്റെ വീട്ടിൽ ദീന്, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു കുടുംബജീവിതത്തിന്റെ അടിത്തറയാണ് വിവാഹം, അല്ലേ? വിവാഹത്തിലൂടെയാണല്ലോ ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നത്. അതാണ് അടിത്തറ. വിവാഹത്തിലൂടെയുള്ള കുടുംബബന്ധം കുടുംബജീവിതത്തിലേക്കാണ്. ഒരു പെണ്ണ് ഒരാണും കണ്ടുമുട്ടി അവര് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം ചെയ്യല്ല. ഒരു സമൂഹത്തിന്റെ പിന്തുണയോടെ ഒരു പെൺകുട്ടിയെ ഒരു വലിയ ഉത്തരവാദിത്തപ്പെട്ട ആള് ഒരു പുരുഷന്റെ, യോജിച്ച ഒരു പുരുഷന്റെ കയ്യിൽ കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ വിവാഹം, ആ രംഗത്ത് ഏറെ ബറക്കത്ത് ലഭിക്കേണ്ട ഒരു സമയമാണത്. കാരണം എന്താ അറിയോ, ഇനി അങ്ങോട്ട് പടർന്ന് പന്തലിക്കുന്ന ഒരു സുന്ദരമായ ജീവിതത്തിന്റെ അടിത്തറ പാകുകയാണ് അവിടെ. സുന്ദരമായ ജീവിതത്തിന്റെ അടിത്തറയാണ് അവിടെ പാകണത്. അടിത്തറയുടെ തറക്കല്ലിലാണ്. ഇനി നോക്കൂ നിങ്ങൾ, അവിടെ പോലും ഇസ്ലാമിൻ്റെ ഒരു കണിക നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത്ര മോശമായി കല്യാണം നടത്തുന്ന ആരാളുള്ളത്? നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കും. മുസ്ലിം സമുദായം
വിവാഹം നടത്തുന്നത് പോലെ ഇത്രയധികം മോശമായിട്ട് ആരെങ്കിലും വേറെ മതവിഭാഗം, ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഹൈന്ദവരില്ലേ, ക്രൈസ്തവരില്ലേ, പലരും ഇല്ലേ, ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഇസ്ലാമികമായി വിവാഹം നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഖൈറുൻ നിക്കാഹ്, ഏറ്റവും നല്ല നിക്കാഹ്, ഏറ്റവും ലളിതമായ നിക്കാഹാണ് എന്നാ. അത് പറയാൻ മാത്രമല്ല, അവനാന്റെ മകളുടെ കല്യാണം കാണിച്ചു തരും ചെയ്തു. ആര്? നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിങ്ങനെ പറഞ്ഞ് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരരുത്. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. പറയാൻ ഭയങ്കര എളുപ്പമാണ് പറയാനേ. ഇപ്പൊ നമ്മളൊക്കെ ദീനാണ് പറയാൻ തുടങ്ങിയ, ചായപ്പേടിയിൽ നിന്നൊക്കെ ദീന് പറഞ്ഞുണ്ടല്ലോ, അവിടെയുള്ള മനുഷ്യന്മാരൊക്കെ നമ്മളെ വായിക്ക് നോക്കിയിരിക്കും. പക്ഷെ ഈ പറയുന്ന കാര്യം പ്രവർത്തിക്കാനോ സുഹൃത്തുക്കളെ എത്ര ആൾക്ക് സാധിക്കാറുണ്ട്? അല്ലേ? നമ്മളിങ്ങനെ നല്ല താടിയൊക്കെ വെച്ച് ഞെരിയാണിക്ക് വിധ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ നല്ല ഉഷാറിൽ ഇങ്ങനെ പോണ്ടാക്കുക. അവനാന്റെ വീട്ടിൽ എന്ന് പറഞ്ഞത് എന്താ പറയുക, ഗൗരവത്തിൽ പറയാനുള്ള കാരണം, നമുക്ക് ഈ നാടൊക്കെ നന്നാക്കാൻ ഒരു പരിധി ഉണ്ട്, ഒരു പരിമിതി ഉണ്ട്. നാട് നന്നാക്കാൻ നമുക്കത് എത്തിച്ചു കൊടുക്കാൻ. പക്ഷെ അവനാന്റെ നിയന്ത്രണത്തിൽ അവനാന്റെ വീടേ, ഞാൻ പൈസ കൊടുത്തുണ്ടാക്കി എൻ്റെ വീടേ, ഞാൻ കെട്ടിക്കൊടുത്ത എൻ്റെ ഭാര്യ, ഞാൻ വളർത്തിക്കൊണ്ടുവരുന്ന എൻ്റെ മക്കള്. നിങ്ങൾ ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ, അത് നന്നാക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ പിന്നെ ഈ സമൂഹത്തെ എങ്ങനെ നമ്മൾ നന്നാക്കാനാണ്? പിന്നെ എങ്ങനെ നമ്മൾ നന്നാക്കുക? എന്നിട്ട് എന്താ അറിയോ, എന്നിട്ട് ആ കല്യാണത്തിൽ എല്ലാ തെമ്മാടിത്തരം ഉണ്ടാവും. ആകെയുള്ളൊരു ദീന് എന്ന് പറയാം. അവിടുത്തെ മോലിയരെ കൊടുത്തൊരു നിക്കാഹ് ആ 10 മിനിറ്റ് കഴിഞ്ഞാണ് പോയിട്ടുണ്ടാവും. പിന്നല്ലാത്ത തെമ്മാടിത്തരങ്ങൾ ഉണ്ടാവൂല. ആ പെണ്ണിനെ ഇറക്കുന്നത് വരെ ഇസ്ലാമിന്റെ 7 അയലത്ത് പോയിട്ടുണ്ടാവൂല പെണ്ണിന്റെ വേഷവിധാനം. അല്ലേ? 10,000 കണക്കിന്, ഇപ്പൊ ഇവിടെ എങ്ങനെ അറിയില്ല, കാസർഗോഡ് ജില്ലർക്ക് 10,000 രൂപ ചെലവാക്കിയിട്ടാണ് മുഖം ഒന്ന് നന്നാക്കുക. ഇപ്പൊ 2 ദിവസം മുമ്പേ വാർത്ത കണ്ടു, ഒന്ന് കഴുകിയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ പെണ്ണിന്റെ കളർ കണ്ടപ്പോ ചെക്ക് ഒഴിവാക്കി. അല്ലേ? ഞാൻ പണ്ട് കണ്ടപ്പോ ഇങ്ങനെ ആയിരുന്നില്ല, കല്യാണത്തിന് കണ്ടപ്പോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതൊന്നും ഞാൻ തമാശ പറയല്ല. എന്താ അറിയോ, ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ചർച്ചയാണ്. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. എന്താ? ഓൻ നോക്കിയപ്പോ കല്യാണത്തിന് പെണ്ണെ ഓൻ കണ്ട പെണ്ണ് തന്നെയാണോ എന്ന് തന്നെ സംശയം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാൽ എന്താ അറിയോ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് സൗന്ദര്യങ്ങൾ കാണിക്കേണ്ടത് ഭർത്താക്കന്മാരുടെ മുമ്പിലാണ്. അത് ഈ കൃത്രിമല്ല, പിരികം പ്ലക്ക് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്, അള്ളാന്റെ ശാപത്തിന് അർഹരായ പെണ്ണുങ്ങൾ. എന്നിട്ട് ഈ കല്യാണത്തിന് പോയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ ഫീ ഖൈർ. വല്ലാത്ത ഖൈറല്ലേ കിട്ടുക. നമ്മൾ പ്രാർത്ഥിക്കാണ്, അല്ലാഹ് ബർക്കത്ത് കൊടുക്ക് വെലിക്ക്. ഇറങ്ങണ പെണ്ണിന് ഇസ്ലാമിക വേഷമുണ്ടോ? ഇനി കല്യാണത്തിന് വേറൊരു ഇസ്ലാമുണ്ടോ? അങ്ങനെയൊക്കെയാണ് ചില ആൾക്കാരുടെ ചിന്ത. ആളുകൾ ചിന്തിക്കണം എന്താ അറിയോ, കല്യാണമായപ്പോൾ അതൊക്കെ കുറച്ച്. എന്നിട്ട് നമ്മൾ ചോദിച്ചാൽ എന്താ പറയാ അറിയോ, എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു കല്യാണം, അത് ചെക്കൻ അങ്ങനെയൊക്കെയാണ് ആയി, എന്താ ഇപ്പം ചെയ്യുക? അവനവൻ്റെ കുട്ടികളെ നേരാക്കാൻ വയ്യാത്തവനാണ് സമൂഹത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ലഘുലേഖയും സീഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങണത്. കണ്ടോ? ഇവിടെ നമ്മളെ പ്രശ്നേ, നമുക്ക് ഈ സമൂഹത്തോട് സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താ അല്ലാഹ് പറഞ്ഞത്? ആദ്യം എവിടുന്ന് ഞങ്ങൾ ദീനി ദഅവത്ത് തുടങ്ങേണ്ടത്? നബിയെ, ഏറ്റവും അടുത്ത കുടുംബത്തിൽ നിന്ന് അങ്ങ് ഈ ഉത്ബോധനം ആരംഭിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അല്ലേ? അവനാൻ്റെ കുട്ടികളോട് ദീന് പറയുന്നുണ്ടോ? അവനാൻ്റെ കുട്ടികൾ ഇനി പറയാറിയില്ല, പറയുന്നിടത്തേക്ക് ഒന്ന് കൊണ്ടുവരലേലും ഉണ്ടോ? അപ്പൊ ഇതിൽ നോക്കിയാൽ കാണാം, നമ്മളെപ്പോഴുള്ള കുട്ടികൾ ആരായിരിക്കും അറിയോ? നമ്മളെ കൈ പിടിച്ചാൽ കിട്ടുന്ന കുട്ടികളുണ്ടാവും. പിന്നെ ഏകദേശം ഇവിടുത്തെ ജീവിതത്തിന്റെ സുഖമൊക്കെ കഴിഞ്ഞു ഇനി അങ്ങോട്ട് 6 അടി മണ്ണിലേക്ക് അങ്ങോട്ട് അടുക്കേണ്ടി വരും. അങ്ങനെ ആ ചിന്തയൊക്കെ ഉള്ള ആൾക്കാരെ ദീനീ രംഗത്ത് ഉണ്ടാവുള്ളൂ. ദീനിന്റെ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് സമയം കണ്ടെത്തി വന്നിരിക്കുള്ളൂ. നമ്മളെ കുട്ടികളെ പോലും നമ്മുടെ ഭാര്യനെ പോലും നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. എന്നിട്ട് ഇതിനൊരു കാരണം പറയും, നൂഹ് നബിക്ക് മകനെ കിട്ടിയിട്ടില്ല. സുഹൃത്തുക്കൾ, 1,00,000-ലധികം പ്രവാചകന്മാർ വന്നിട്ട് അതിലൊരു പ്രവാചകനെ ഇത് പഠിപ്പിച്ചത് ഒരു ദീന് പറഞ്ഞു കൊടുക്കായിട്ടല്ല. നമ്മളൊരു അർഫ് പറഞ്ഞു കൊടുക്കൂല. നമ്മളെ കുട്ടികൾക്കുള്ള ദീൻ എന്തായിരിക്കും എന്നറിയോ?
അല്ല, ഇന്ന് പല രക്ഷിതാക്കളും കരയാണ്. പല രക്ഷിതാക്കളും മകനെ ഓനിപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തല്ല, അങ്ങനെ പറയാം വാപ്പാര്. ഉമ്മ അറിയും പറഞ്ഞാൽ കേൾക്കണില്ല, എന്താപ്പം ചെയ്യുക. ഞാനൊരു സ്കൂളിൽ അധ്യാപനം കൂടിയാണ്, അതുകൊണ്ട് നമ്മൾ ഈ സൈസ് ആൾക്കാരെയാണല്ലോ കാണുന്നത് ഡെയിലി. എന്താപ്പം ചെയ്യാൻ മാഷെ, പറഞ്ഞാൽ കേൾക്കണില്ല. എങ്ങനെ പറഞ്ഞാൽ കേൾക്കുക? നിങ്ങളാ 4 വരെ മദ്രസയിലിട്ട് നിങ്ങൾ ഒഴിവാക്കിയതാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് ദീനുള്ള മക്കളെയല്ല, ലക്ഷങ്ങൾ വാങ്ങാൻ കഴിയും. നിങ്ങൾ ബിസിനസ് മൈൻഡാണ് മക്കളിൽ കണ്ടത്. അതാണ് പ്രശ്നം. എന്ന് വെച്ചാൽ ഞാൻ ചിലവാക്കണ പൈസക്ക് അതിൻ്റെ ഇരട്ടി എനിക്ക് കിട്ടണം ഒരു 10-20 വയസ്സാക്കുമ്പോഴേക്ക്. ഇതല്ലേ നമ്മൾ ആഗ്രഹിക്കണത് അല്ലേ? പറയാതെ നമ്മൾ ആഗ്രഹിക്കണതല്ലേ? എത്ര ആൾക്കാർ അവനവൻ്റെ മക്കൾക്ക് ദീനുവാണെന്ന് ആഗ്രഹിച്ചവരുണ്ട്? എത്ര ആൾക്കാരുണ്ട് സുഹൃത്തുക്കളെ? എൻ്റെ മക്കൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന മക്കളാകണം, അതുകൊണ്ട് മക്കൾ ദീനീ ബോധമുള്ളവരാകണം എന്ന് ചിന്തിച്ച് കുട്ടികളെ ദീനീ രംഗത്തേക്ക് പ്രോത്സാഹനം കൊടുത്ത് അതിൻ്റെ ആളുകളായി കൊണ്ടുവന്ന് ആ കൂട്ടായ്മയിലൂടെ വളർത്തിക്കൊണ്ടുവന്ന് അങ്ങനെ ഒരു പരലോകം പ്രതീക്ഷിച്ച് മക്കളെ വളർത്തുന്ന എത്ര ആളുകളുണ്ട്? 1% ആളുണ്ടാവും, 1%. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ ഇമാമുക്കാൻ, നമ്മളെ നാട്ടിൽ കുത്തുപാടത്താൻ ഉണ്ടോ? അത് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇമാമുക്കാൻ ഇപ്പം ആരാ? ഇപ്പോൾ നല്ല കുറേ കാലമായിട്ട് ഉത്തരേന്ത്യക്കാരാണ് അല്ലേ? അവനാൻ്റെ മക്കളെ ഇമാം നിർത്താൻ കഴിയുന്നുണ്ടോ? ഇല്ല. കുത്തുബക്കോ? നിങ്ങൾ പള്ളി ഭാരവാഹികളോട് ചോദിച്ചു നോക്ക്. വ്യാഴാഴ്ച അവർക്ക് ആദ്യമാണ് ഒരു 25 മിനിറ്റ് മിമ്പർമ കയറിയിട്ട് ഒരായത്തോതി ഒന്ന് അർത്ഥം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളവിടെ അല്ല. എന്തല്ലാത്തത്? അവനവൻ്റെ കുടുംബത്തിൽ ദീന് വേണമെന്ന് ആഗ്രഹിച്ചില്ല, മക്കളങ്ങനെ വളർത്തിയില്ല, വീട്ടിൽ ദീൻ ഉണ്ടായില്ല. സുഹൃത്തുക്കൾ ഏതാ പറഞ്ഞത്? നമ്മൾ ആദ്യം നമ്മുടെ ചില ന്യൂനതകൾ, നമ്മൾ മറ്റുള്ളവരുടെ ന്യൂനതകളൊക്കെ അതിൻ്റെ ഏറ്റവും മൈന്യൂട്ട് പോയിന്റ് വരെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അവനാൻ്റെ പെരയത്ത് അവനാൻ നോക്കൂല, അവനാൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ നോക്കൂല. ആദ്യം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു വീടൊരു ഇസ്ലാമികവൽക്കരിക്കാനുള്ളത്, പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെന്താ പറയുക, നമ്മൾ അവകാശങ്ങളെക്കുറിച്ചൊക്കെ വളരെ ബോധവാന്മാരാണ്. നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണെന്ന് പറഞ്ഞാൽ മക്കള് വാപ്പാടേക്കെന്ന് കിട്ടേണ്ട അവകാശത്തിനെ കുറിച്ച് മക്കൾ ഭയങ്കര ബോധവാന്മാരാണ്. വാപ്പ മക്കളിൽ നിന്ന് കിട്ടേണ്ട അവകാശത്തെക്കുറിച്ച് ബോധവാന്മാരാണ്. ഇതൊക്കെ നോക്കണില്ല, ഓൻ തിരിഞ്ഞു നോക്കണില്ല, മറ്റൊരു ഉറുപ്പ്യ തരണില്ല അല്ലേ? വാപ്പാര് പറയും വയസ്സായാലും. കെട്ടിയോള് ഭർത്താവിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ഭർത്താവിനോട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് കെട്ടിയോള് അവകാശത്തെക്കുറിച്ച് ബോധമുള്ള ആളാണ്. അതുപോലെ തന്നെ ഭർത്താവ് കെട്ടിയോളേക്കെന്ന് എനിക്ക് കിട്ടേണ്ടത് അവനാൻ്റെ ഭാര്യയുടേക്കെന്ന് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ്. പക്ഷേ ബാധ്യതകളെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല. എനിക്ക് എൻ്റെ ഉപ്പാനോട് ചില ബാധ്യത ഉണ്ട്, എനിക്കെൻ്റെ ഉമ്മാനോട് ചില ബാധ്യത ഉണ്ട്, എനിക്കെൻ്റെ മക്കളോട് ചില ബാധ്യത ഉണ്ട്. ഇങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതാണ് അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിട്ടുള്ളൂ. ഇസ്ലാം സുഹൃത്തുക്കളെ കുടുംബജീവിതം എന്ന് പറഞ്ഞാലോ, ഇത്ര സുന്ദരമായൊരു കുടുംബജീവിതം സമൂഹത്തിൽ അവതരിപ്പിച്ചൊരു മതമല്ല. അതുകൊണ്ടാണ് അടിത്തറ മുതൽ അതിൻ്റെ ഏറ്റവും ഉന്നതി വരെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായ മാർഗദർശനം നൽകുകയാണ്. കണ്ടോ, കൃത്യമായി കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് കല്യാണം കഴിപ്പിക്കുമ്പോൾ ഇതെല്ലാവരും ഒരു തമാശയായിട്ടാണ്. ഇത് ഞാൻ കേട്ടിട്ട് ഇങ്ങോട്ടേ ആണ് മടുത്ത് എല്ലാ നിക്കാഹുത്തുബക്കും കേൾക്കും അല്ലേ? എല്ലാ നിക്കാഹുത്തുബക്കും കേൾക്കും. എന്ത്? തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾ, 4 ഘടകങ്ങൾ നോക്കിയാണ് ഒരു പെണ്ണ് വിവാഹം ചെയ്യപ്പെടുന്നത്. ലിമാലിഹ, അവരുടെ സമ്പത്ത് നോക്കിയാണെന്ന്. വലിഹസബിഹ, അവരുടെ കുടുംബമഹാത്മ്യം നോക്കിക്കൊണ്ടാണ്. വലി ജമാലിഹ, അവരുടെ സൗന്ദര്യം നോക്കിക്കൊണ്ടാണ്. വലി ദീനിഹ, അവരുടെ ദീനും നോക്കിക്കൊണ്ടാണ്. ഈ 4 ഘടകങ്ങളാണ് കാലാന്തരം കുറേ കാലമായിട്ട് ഇത് നോക്കിയിട്ട് തന്നെയാണ് എല്ലാവരും കല്യാണം കഴിക്കണത്. എന്നിട്ട് ഇസ്ലാം പഠിപ്പിച്ച ഒരു മുൻഗണന എന്താ അറിയോ? നിങ്ങൾ ദീനിന് മുൻഗണന കൊടുക്കണം, മറ്റൊന്നും വേണ്ടെന്നല്ല. അതൊക്കെ 2, 3, 4 ആണ്.
ഒന്നാമത്തെ ദീനാണ്. കണ്ടോ, ഒന്നാമത്തെ ദീനാണ്. എന്താ ദീന്? കാലേശുമാരി മുസ്ലിമാണോ എന്നല്ല. SLC ബുക്കിൽ OBC മുസ്ലിം സാബിറ എന്നെ ഉറപ്പിച്ചു. അതല്ല, മറിച്ച് ദീനീപരമായ അറിവും വിവരം ഉണ്ടോ, തൗഹീദ് ഉണ്ടോ, ഖുർആൻ അറിയുന്ന ആളാണോ? അങ്ങനെ നോക്കിയാ നമ്മൾ എത്ര പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടാൻ പറ്റും? കുട്ടി എനിക്ക് നിസ്കരിക്കാൻ അറിയും, അത്തഹിയ്യാത്തും ചൊല്ലിക്കാരനായി. അത്തഹിയ്യാത്തും ചൊല്ലിക്കാരൻ അല്പം അറിയില്ല. മയ്യത്ത് നിസ്കാരം അറിയോ വെച്ച് നോക്കുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നബിസ്വല്ലല്ലാഹു പറഞ്ഞല്ലോ, വാപ്പിമ്മയും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന, മക്കളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു പുണ്യം എന്താ അറിയോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെന്നാണ്. ആ പ്രാർത്ഥന, ഒന്നാമത്തെ പ്രാർത്ഥന, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക. അതാണ് ഒന്നാമത്തെ ഒരു പ്രാർത്ഥനയാണത്. നിങ്ങൾ മക്കളോട് 15, 16 വയസ്സായ മക്കളോട് ചോദിച്ചു നോക്കുക, മക്കളെ എനിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ അറിയോ? ചോദിച്ചു നോക്കണം നിങ്ങൾ. അപ്പോൾ ചോദിക്കും എത്ര റുക്കുഉണ്ട്, എത്ര സുജൂദ് ഉണ്ട് ചോദിക്കും. ഒരു മഹാഭൂരിഭാഗം വരുന്ന ആൾക്കാർ ചോദിക്കും. ഇനി അത് അറിഞ്ഞാൽ തന്നെ അതിലെന്താ പ്രാർത്ഥിക്കേണ്ടത് ചോദിച്ചു നോക്കാണ്, അതും അറിയില്ല. അപ്പൊ സുഹൃത്തുക്കൾ എന്താ അറിയോ, ഇവിടെയാണ് നമ്മുടെ അടിത്തറയാണ് ആദ്യം പിഴക്കണത്. നമ്മൾ പെരയിട്ടുമ്പോഴേ അടിത്തറയുടെ ഇളകിയാലേ പിന്നെ നിങ്ങൾ എന്ത് കെട്ടി വെച്ചിട്ടും കാര്യമില്ല, എപ്പോഴും പൊടിഞ്ഞാടാം. കണ്ടോ, വലിയൊരു ഭൂമി കുലുക്കൊന്നും ആവശ്യമല്ല. ചെറിയൊരു എന്തെങ്കിലും ഒരു ചെറുക്കിങ് ഉണ്ടായി, അപ്പുറത്തെ ഒരു കുഴൽക്കിണർ അടിക്കണുണ്ടായാൽ മതി. ഇപ്പുറത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിന് വിള്ളല് വരും. കാരണം അത് അടിത്തറ ഇളകിയിട്ടുണ്ടേ. അപ്പൊ നമ്മുടെ പെരയുടെ അടിത്തറയാണ്, അതാണ് ഇളകിയത് അല്ലേ? അപ്പൊ അടിത്തറ ദീനിലായിരിക്കണം ഉറക്കേണ്ടത്. അടിത്തറ ദീനിൽ ഉറക്കണം. അപ്പൊ ദീൻ ഉണ്ടാകണം. അവനെ കെട്ടാൻ പോണ ചെക്കനും പെണ്ണിന് മാത്രം ബാധകമൊന്നുമല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? ദീനീബോധമുള്ള മതനിഷ്ഠയുള്ള ചെറുപ്പക്കാരങ്ങളെ പെണ്ണിനെ നിങ്ങളെ മകൾക്ക് വിവാഹം ആലോചിച്ച് വന്നാൽ വിവാഹം ചെയ്തു കൊടുക്കണം. പിന്നെ ഒരു 10,000 കിട്ടോ 20,000 കിട്ടോ ഒരു പണി തോറില്ലാത്തവർ കെട്ടിച്ചു കൊടുക്കണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇപ്പം അങ്ങനെ ആരും വിചാരിക്കണ്ട. മറിച്ച് ദീനീബോധമുള്ള അത്യാവശ്യം ഓനെ അധ്വാനിച്ച് ഭാര്യ നോക്കണോനാവും, ഓനാ ദീനീബോധമുള്ളവന്. അപ്പോൾ സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ആൾ വന്നാൽ നിങ്ങൾ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാവുന്ന, ഭൂമിയിൽ കുഴപ്പമുണ്ടാവും. അപ്പൊ സുഹൃത്തുക്കൾ എന്താ അറിയും, നമ്മൾ ഈ രംഗത്തൊക്കെ ഒന്ന് മാറാൻ നമ്മളിതിങ്ങനെ പറയാന്നല്ലാതെ അവനാൻ്റെ പെൺമക്കളെ കെട്ടിക്കുമ്പോൾ, അവനാൻ്റെ ആൺമക്കളെ കെട്ടി ഒരു പെണ്ണിനെ തെരയുമ്പോൾ എന്തൊക്കെ സിഫത്താര് നിങ്ങൾക്ക്. ഇപ്പം ചില ആൾക്കാർ കണ്ണൂർക്കൊക്കെ വരുമ്പോൾ പറയുന്നുണ്ട് അവിടെ വല്ല പെണ്ണുണ്ടോ. അപ്പം എന്താ ഇപ്പം നിങ്ങൾ എങ്ങനെ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ആ ഡിമാൻഡിൻ്റെ ഒരു പേപ്പർ ഇങ്ങോട്ട് ഇറക്കുമല്ലേ. ഒരു മനുഷ്യന് ദീനുവാണെന്ന് ആദ്യം പറഞ്ഞിട്ടില്ലത്. അതാണ് വല്ലാത്തൊരു അത്ഭുതം. ദീനുവാണെന്നേ, നമുക്ക് ദീന് മതി, അതുള്ളൊരു പെണ്ണ് വേണം എന്ന് ഒരു രക്ഷിതാവും ഒരു പുരുഷന്റെ വാപ്പയും പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഒരു പെണ്ണിന്റെ വാപ്പയും പറഞ്ഞിട്ടില്ല ഇതുവരെ. ആദ്യത്തെ ഒന്നാമത്തെ ഷർത്ത് ഉണ്ടല്ലോ, ഒന്നാമത്തെ ഷർത്ത് എന്താ പറയല്? ഒരു കാണാനൊന്നും അങ്ങനെ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു കുടുംബമുള്ള, അവസാനം എന്ത് പറയാ, ഒരു ദീന് പറയാം. ഇത് ഇസ്ലാം പറ ആദ്യം നിങ്ങളത് നോക്കണം എന്നാണ്. കണ്ടോ, ദീനില്ലാത്ത സൗന്ദര്യം കാര്യമില്ല സുഹൃത്തുക്കളെ, ദീനില്ലാത്ത തറവാടിത്തം കൊണ്ട് കാര്യമില്ല. അത് നമ്മൾ മാറാത്തിടത്തോളം കാലം പിന്നെ അവിടങ്ങൾ നല്ല നല്ല ദീനീബോധമുള്ള ആൾക്കാർ വളർന്നു വരുന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം അടിത്തറ, ഏതായാലും ഇപ്പം നമ്മളിങ്ങനെയൊക്കെ ആയി, ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിച്ചു, അന്നൊന്നും നമുക്ക് ദീനൊന്നും അറിഞ്ഞിരുന്നില്ല, ഇനിയൊരു നേരാകലുണ്ടല്ലോ, അതും നമുക്ക് ചെയ്യേ. അതിനെന്താ പറയുക, നമ്മുടെ വീടുകളിൽ സുഹൃത്തുക്കളെ ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാകുക. നമ്മളെ വീടിൻ്റെ ആ 4 ചുമരുകൾക്കുള്ളിൽ ഒരു ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാകുക. എന്താ ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാകുക പറഞ്ഞാൽ, ഒരു വീട് എങ്ങനെ ആകണമെന്ന് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? സത്യത്തിൽ ഇപ്പം നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്താണ്? പണ്ടൊക്കെ വലിയൊരു പ്രശ്നം നമുക്ക് TV ആയിരുന്നു അല്ലേ? ഇപ്പം ഞാനൊക്കെ മദ്രസയിൽ പോണൊരു കാലത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്നൊരു TV, ഏതെങ്കിലും ഒരു പെരയിലെ TV ഉണ്ടാവുള്ളൂ ഞങ്ങളൊക്കെ നാട്ടിൽ.
ഏതെങ്കിലും ഒരു പെരയിലെ ടി വി ഉണ്ടാവും. എന്നാൽ ടി വി എല്ലായിടത്തൊന്നും ഇല്ല. എങ്ങനെങ്കിലും ഒരു 4 മണിക്ക് പോയി, പണ്ടുണ്ടായിരുന്ന സിനിമ 4 മണിക്കാണ്, അതിങ്ങനെ കാണൂല്ല. കാണുക പറഞ്ഞാൽ അതിങ്ങനെ ഒരു തിരിക്കണ സാധനം, പണ്ടത്തെ ഒരു മീൻ്റെ മുള്ളു പോലുള്ളൊരു സാധനത്തിൻ്റെ ഉണ്ട് അല്ലേ, എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, വയസ്സായിരിക്കും ഉണ്ടാവും. അങ്ങനെ അഥവാ ആയിക്കൂടെ നമ്മൾ ആ പെരയുടെ മുമ്പിൽ കൂടെ പോകേണ്ട, ഒപ്പം പഠിക്കണ മദ്രസകളുണ്ടാകും അപ്പുറത്ത്. ഉസ്താദിനോട് പോയി പറയും. പിന്നെ അടിയോട് അടിയാണ്, ഉസ്താദിൻ്റെയൊക്കെ ഒന്ന് അടിയാണ്. പിന്നെ പെരയിലറിഞ്ഞാലോ ഉമ്മാടേക്കൊന്നും അടിയാണ്. ആടാ സിനിമ കാണാൻ പോയടാ, നമ്മളൊന്നും അതിൻ്റെ മുന്നിൽ കൂടെ പോയാൽ തന്നെ മതി. ഇന്ന് അങ്ങനെയാണ് സുഹൃത്തുക്കളെ. ഇന്നെന്താ അറിയോ, വാപ്പാടത്തുണ്ട് ഈ സാധനം, ഉമ്മാടത്തുണ്ട് സാധനം ഇത്, അതുപോലെ തന്നെ മക്കളടുത്തുണ്ട് മൊബൈൽ, എല്ലായിടത്തും 4 കുടുംബത്തിൽ അംഗങ്ങളുണ്ടെങ്കിൽ 8 മൊബൈലും ഉണ്ടാകും, 16 ചാനലും ഉണ്ടാവും. ഉമ്മാക്ക് പുട്ടുണ്ടാക്കുന്ന ചാനൽ, വാപ്പാക്ക് ഏതെങ്കിലും യാത്ര പോണ ചാനൽ, എല്ലാവർക്കും ചാനലാണ് അല്ലേ. ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആൾക്കാർക്കും ഇങ്ങനെ എന്ത് ചെയ്യാണ്, നിങ്ങൾ കണ്ടില്ലേ തന്നെ. ഹായ് ഗായ്സ്, കുട്ടികൾ ഇപ്പം എത്ര പോകുന്ന കുട്ടികൾ, ഒരു 3ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ മൊബൈലൊക്കെ എന്നെ പിടിച്ചിട്ട് ഗൈസ് അടിക്കുകയാണ്, ഹായ് ഗൈസ് നിറച്ച്. അപ്പം എന്താ ഇതാണ് അവസ്ഥ എന്ന് വെച്ചാൽ ദീനെ അറിയുന്ന സാധനം വീട്ടിലില്ല. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ ഖുർആൻ ഓതിയിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ ഖുർആൻ ഓതി എപ്പോഴാണ് അറിയോ, റമദാനിലാണ്. ആ റമദാനിൽ പോലും ഒരു ചേലും കോലത്തിൽ ഓതാൻ നമുക്കറിയില്ല. റമദാനിൽ പോലും ചേലും കോലത്തിൽ ഓതാൻ അറിയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾ, നമ്മളെ വീട്ടിൽ ഒരു ഖുർആൻ ഓത്ത് എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഉണ്ടാക്കുക. അതൊക്കെ ഒരു മിനിമാണ് കേട്ടോ, മിനിമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എന്തല്ല, ഒരു ഖുർആൻ ഓതുക, ഒരു ഖുർആൻ്റെ ഒരു ആയത്ത് പഠിപ്പിക്കുക. ഒരു മഗ്‌രിബിന് ശേഷം നമ്മൾ വീട്ടിലുള്ള എല്ലാവരും ഇരിക്കുക, വാപ്പയും ഉമ്മയും കുട്ടികളൊക്കെ നിർത്തുക, ഒരു 15 മിനിറ്റ്. ഇതെന്താ അറിയോ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കബറിലാണ് കൊണ്ടുപോയി വെക്കപ്പെടും. അതിലാർക്കും സംശയമല്ല. ആരും ഇവിടെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇവിടെ നേരെ സ്വർഗത്തിക്കാണ് വിട്ടിട്ടൊന്നുമില്ല. എല്ലാവരെയും കൊണ്ടുപോയി 6 അടി മണ്ണിൽ വെക്കും. സുഹൃത്തുക്കളെ, ഇനി അതിന് അവിടെ എത്തി അവസാനത്തെ വ്യക്തി ഇങ്ങോട്ട് തിരിച്ചു പോകും. ആ കാലടി ശബ്ദം അവസാനിക്കുമ്പോഴേക്കും കബറിൽ 2 മലക്ക് വരും. അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വമാ ഇമാമുക്ക, നിന്റെ ഇമാം എന്താണ്, നിന്റെ ഇമാം എന്താണ്? എത്ര മറുപടി പറയണമെന്ന് അറിയോ? ഒരു മറുപടി അല്ല അതിനുള്ളത്. അൽ ഖുർആനു ഇമാമീ, ഖുർആനാണ് എൻ്റെ ഇമാമ്. ആമൻതു ബിഹി, ആ ഖുർആനിൽ ഞാൻ അടിയുറച്ച് വിശ്വസിച്ചവനാണ്. വസദ്ദഖതു, അത് ഞാൻ ജീവിതത്തിൽ സത്യപ്പെടുത്തിയവനാണ്. 3 മറുപടി പറയണം. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, ഞാൻ നിങ്ങളൊക്കെ എല്ലാവരും ആലോചിക്കേണ്ടത്, എത്ര ആയത്തിൻ്റെ അർത്ഥം നമുക്കറിയാം. ഇന്ന് ആലോചിക്കുക, ഈ സംസാരിക്കണം ഞാനും കേൾക്കണം, നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക. ഒരു ദിവസം ഒരായത്ത് നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ സുഹൃത്തുക്കളെ, ഒരു വർഷം 365 ആയത്ത് നമുക്ക് പഠിക്കാൻ കഴിയും. ചിലപ്പോൾ കുറേ കാലം നമ്മൾ ഈ ദീനിനെ കുറിച്ചൊന്നും ബോധമില്ലാത്തവരായിരിക്കും. പക്ഷെ ഇതൊരു ബോധം വന്നതിന് ശേഷം നമ്മൾക്കൊരു കാലഘട്ടം കഴിഞ്ഞില്ലേ, ഒരു 4-5 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലം, എത്ര ആയത്ത് നമുക്ക് പഠിക്കാമായിരുന്നു. ഈ ഖുർആൻ പഠിക്കാതെ ഖബർ മുതൽ അങ്ങോട്ട് രക്ഷപ്പെടാൻ കഴിയുമെന്നത് വ്യാമോഹമാണ്. അതുകൊണ്ട് ഖുർആനിൻ്റെ ആളുകളായ നമ്മൾ നമ്മുടെ വീട്ടിൽ നാട്ടിൽ നടത്തേണ്ട QHLS ഒക്കെ നടത്തിയിട്ട് അങ്ങോട്ട് പരാജയപ്പെടല. എങ്ങനെ ഈ പരാജയപ്പെടുക അറിയോ? ഞാൻ ഒരേ സ്ഥലത്ത് 3 പ്രാവശ്യം ഖുർആൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു, ഒരേ സ്ഥലത്ത്. അപ്പോൾ ഖുർആൻ ക്ലാസ്സിന് ഇങ്ങനെ ഒന്ന് തട്ടിക്കൂടാന്നൊക്കെ മീറ്റിങ്ങിൽ തീരുമാനിച്ച് നമ്മളിങ്ങനെ തട്ടിക്കൂടും. ഒരു 10-25 ആൾ ഏകദേശം എല്ലായിടത്തും നടക്കുന്ന ഏർപ്പാട് പറയാം. അങ്ങനെ തട്ടിക്കൂടിയിട്ട് അന്ന് ഭയങ്കര ആവേശത്തിലായിരിക്കും. അങ്ങനെ നമ്മൾ 25 ആൾ വന്നു, മൂല്യരൊക്കെ ആക്കി പറയാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റിയ എവിടുന്നെങ്കിലുമൊക്കെ വരുന്നവനേക്കാരം. അപ്പോൾ ആ സമീപത്തൊന്നും ഒരാൾ എടുക്കാൻ പറ്റിയവരുണ്ടാവില്ല. നമ്മളെ ദീനിൻ്റെ ഊക്കാണ് ഈ പറയുന്നത്. നമ്മളെ ദീനിൻ്റെ ഊക്കേറ്റ് ഒരു മനുഷ്യർ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഖുർആൻ എടുക്കാൻ പറ്റിയ ചിലപ്പോൾ ഉണ്ടാവില്ല. അത്ര നമ്മളെ ദീനിന് കൊടുക്കുന്ന പ്രാധാന്യം അതുകൊണ്ടാണ്. അല്ല നമ്മളെ നാട്ടിൽ മക്കളില്ലായിട്ടല്ല, നമ്മളെ നാട്ടിൽ പഠിക്കാൻ വയ്യാത്തവരുണ്ടായിട്ടല്ല. ചിലപ്പോൾ മുട്ടിന് ഡോക്ടർമാരും എഞ്ചിനീയർമാരുണ്ടാവും. അതൊക്കെ നാട്ടിൽ 1-2 മതി. കാരണം പനി വരുമ്പോൾ ചികിത്സിക്കാനല്ലേ, ആ ഓൻ്റെ അടുത്ത് പോയാൽ മതി. പക്ഷെ ദീൻ അങ്ങനെയല്ല, എല്ലാവർക്കും അറിയണേ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്നിട്ട് നമ്മൾ എന്ത് ഇങ്ങനെ നമ്മൾ
ഒരു ഉത്തരവാദിത്വം ഒരു സാധുവിനെ ഏൽപ്പിക്കുമ്പോൾ QHLS കൺവീനർ എന്ന് പേരിടും. ഓനിതാകെ തല പുകഞ്ഞ് വിളിയോട് വിളിയാണ്. നിങ്ങൾ വരില്ല, എന്നുണ്ട് മൗലവി ഇവിടുന്ന് പോകുന്നുണ്ട്, മൗലവി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ 25 ആളുണ്ടായിരുന്നിടത്ത് അത് 20 ആളായിട്ടുണ്ടാവും രണ്ടാമത്തെ ക്ലാസ്സിന്. കാരണം നമ്മൾ ഒഴിവൊക്കെ കഴിഞ്ഞിട്ടാണ് ദീനിന് കൊടുക്കാൻ നമ്മളതുവരെ ഒരു കല്യാണം മുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചോ, നമ്മുടെ ഒരു കല്യാണം മുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഒരു കല്യാണം നമ്മളതുവരെ മുടങ്ങിയിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ നമുക്ക് പോകാൻ പറ്റാതായിട്ടേ എന്തെങ്കിലുമൊക്കെ വയറിളക്കം പിടിച്ച് കിടന്നിട്ടല്ലാതെ അല്ലേ? QHLSO എല്ലാ കല്യാണവും കളിയാട്ടവും യാത്രയും ടൂറും കുടുംബത്തിലെ പ്രശ്നവും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിവ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ഞായറാഴ്ച മരിക്കാൻ ഇരിക്കാണോ? അന്നാണ് QHLSന് പോകാം. ഇതാണ് നമ്മുടെ നിലപാട്. നമ്മളെ മക്കൾ എങ്ങനെ കൂട്ടരെ നന്നാകുക? നമ്മളെന്നെ ദീനിന് കൊടുക്കുന്ന സ്ഥാനം ഇതാണ്. എന്നിട്ട് ഈ കൺവീനർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഓൻ്റെ പണി ഒരാൾക്ക് 3 പ്രാവശ്യമൊക്കെ വിളിക്കും. അവസാനം ഓന് കൺവീനറും വേണ്ട ഒന്നും വേണ്ട വെച്ചിട്ട് ഓടുത്ത് എറിയും. കാരണം 3-4 ക്ലാസ് കഴിയുമ്പോഴത്തേന് ഇത് 5 ആളായിട്ടുണ്ടാവും. 6ാമത്തെ ക്ലാസ്സിന് മൗലവി മാത്രം ഇങ്ങനെ എന്നിട്ട് ആരും ഇല്ലേ, എന്നിപ്പോൾ എങ്ങനെ അപ്പോൾ കൺവീനർ ഇല്ല തോന്നുന്നു. ഇതിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ എന്താ ചെയ്യുക? 7ാമത്തെ ക്ലാസ്സോട് കൂടി അത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ 2-3 മാസം കൊണ്ട് ആ QHLS എന്തായി? അത് കഫൻ ചെയ്ത് അത് പഞ്ഞു. ഇനി അടുത്ത കൊല്ലം QHLSന്റെ ഒരു നിർദ്ദേശം വരും. അപ്പോൾ നമ്മൾ വീണ്ടും തട്ടിക്കൂടും. എന്ന് വെച്ചാൽ പ്രവർത്തകരും അവരുടെ ഭാര്യമാരും അവരുടെ കുട്ടികളും പോലും ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. ഇന്ന് ഇവിടുന്ന് കോഴിക്കോട് സമ്മേളനം ഉണ്ടാവും, എല്ലാവരും അടിച്ചടത്ത് പോകും. പോണ്ടെന്നല്ല, അത് എവിടെ ഒരു ഖുർആൻ പഠിക്കാത്ത മുസ്ലിം എന്തിനാ കൂട്ടർ? ഇവനെ കൊണ്ട് എന്താ പറ്റുക? ഇതൊക്കെ അവനവൻ്റെ കുടുംബത്തിൽ ചെയ്യേണ്ട പണിയാണ്. അവനവൻ്റെ കുടുംബത്തിൽ ചെയ്യാതെ മറ്റുള്ളവരെങ്ങനെ സ്വർഗത്തേക്ക് നമ്മളിങ്ങനെ ഓരൊക്കെ കൊണ്ടുപോകണമെന്നല്ല. അവനാ നരകത്ത് പോയിട്ട് മറ്റവരൊക്കെ പാടെ സ്വർഗത്ത് കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതെന്താ അറിയോ, ഇത് ഞാൻ തുറന്നിങ്ങനെ നമ്മളാളുകളാണ് പച്ചയായിട്ട് പറയാം. വേറെ നിർവാഹമില്ലാത്തതുകൊണ്ട് നമ്മളിത് ജനങ്ങൾ മുഴുവൻ അവരെ മുഴുവൻ സ്വർഗത്തിലേക്ക് ആക്കാനുള്ള ആ ഒരു താല്പര്യ നിമിത്തം നമ്മൾ നരകത്ത് പോകുന്നുണ്ടോ നമ്മൾ ആലോചിക്കണില്ല. നമ്മൾ ഉത്തരവാദിത്തല്ലേ? അല്ല പറഞ്ഞല്ലേ, വിശ്വാസികളെ വിളിച്ചിട്ട് അല്ല പറയണത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ള ആളുകളെ. ഇതാരാണ് ഈ ഈമാനുള്ള ആളുകൾ? ഇതാരാ? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ല വിളിക്കാണ്. ഇതാരാണ്? ആർക്കും ഒരു ഇതും ഇല്ലല്ലോ, നമ്മൾ തന്നെയല്ലേ. യാ അയ്യുഹല്ലദീന ആമനു പറഞ്ഞ ആരാ? വിശ്വാസികളെ, ഈമാനുള്ളവരേന്നാണ്. നമുക്ക് ഈമാൻ ഉണ്ടെന്നും നമുക്ക് വിശ്വാസമല്ലേ? ഈമാനുള്ളവരെ നമ്മളെ വിളിക്കുന്നത് ഇല്ലേ? യാ അയ്യുഹന്നാസ് എന്നാണ്, എല്ലാ മനുഷ്യരാണ് വെക്കാൻ. അല്ല പറയാണ്, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും വ അഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. എങ്ങനെ? ഖൂ അൻഫുസകും, നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ രക്ഷപ്പെടുത്തണം. വ അഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം. ഇതല്ല പറയാണ്, വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ ഇന്ധനം അഥവാ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും പാറക്കല്ലുകളുമാണ്. കേട്ടോ, മനുഷ്യരും പാറക്കല്ലുകളുമാണ് കത്തിക്കപ്പെടുന്നത്. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, ആ നരകത്തിന്റെ കാവൽക്കാരായിക്കൊണ്ട് പരുഷ സ്വഭാവക്കാരായ മലക്കുകളുണ്ട്. ഭീകരരൂപികളായ പരുഷ സ്വഭാവക്കാരായ മലക്കുകളുണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കാത്ത, പടച്ചറബ് എന്തൊന്ന് കൽപ്പിക്കുന്നുവോ അത് നടപ്പിൽ വരുത്തുന്ന പരുഷ സ്വഭാവക്കാരായ ഭീകരരൂപികളായ മലക്കുകളാണ് അതിൻ്റെ കാവൽക്കാരായിട്ടുള്ളത്. അതുകൊണ്ട് മുഅ്മിനീകളെ, നിങ്ങളെ ശരീരത്തെയും നിങ്ങളെ കുടുംബത്തെയും നിങ്ങൾ രക്ഷപ്പെടുത്തണം. ഇത് നമ്മളോട് അല്ല പറഞ്ഞതാണ്. ഇത് നമ്മളോട് അല്ല കൽപ്പിച്ചതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് ചില ബാധ്യതകൾ എന്താ അറിയോ? നമ്മൾ എന്തിനാ കുടുംബജീവിതം നയിക്കണത്? പരലോകത്തെ രക്ഷക്കാണ്. എന്തിനാ നമ്മളെ വിശ്വാസം നന്നാക്കണത്? പരലോകത്തെ രക്ഷക്കാണ്.
എന്തിനാണ് നമ്മുടെ കർമ്മം നന്നാക്കുന്നത്? പരലോക രക്ഷക്കാണ്. എന്തിനാണ് നമ്മൾ കുടുംബജീവിതം നയിക്കുന്നത്? പരലോക രക്ഷക്കാണ്. എന്തിനാണ് ഭാര്യാഭർത്തൃ ജീവിതം? പരലോക രക്ഷക്കാണ്. എന്തിനാ മക്കളെ വളർത്തുന്നത്? പരലോക രക്ഷക്കാണ്. എല്ലാതിനും ഉത്തരം അതാണ്. മക്കളെയും കുടുംബമൊക്കെ അതിവിടെ നമുക്ക് കുട്ടികളെ വളർത്തിയിട്ട് ഓലൊരു 1 ലക്ഷം 1.5 ലക്ഷം ശമ്പളം വാങ്ങിയിട്ട് നമ്മളെ നോക്കിയിട്ട് അങ്ങനെ, അതിനല്ല, പരലോക രക്ഷക്കാണ് ഇതൊക്കെ. കാരണം എന്താ പറയുക, ഈ ലോകം എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ വളരെ ചെറുതാണ്. നമുക്കിപ്പോൾ ബോധ്യപ്പെടാത്തതാണ് എത്ര ചെറുതാണ് ഈ ലോകം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതല്ലേ? ഒരു ഉമ്മയുടെ ഉദരത്തിലല്ലേ നമ്മൾ ജന്മമെടുത്തത്? എത്ര കാലം അവിടെ ജീവിച്ചത്? ഏറ്റവും കൂടിയത് 9 മാസവും 10 ദിവസവും അല്ലേ? 9 മാസവും 10 ദിവസവും. ആ ഉദരത്തിൽ കിടക്കണ കുഞ്ഞെന്താ ചിന്തിക്കുക? തന്നെയാണ് ലോകം, ഇതിൻ്റെ അപ്പുറം ലോകമല്ല. പക്ഷെ ഈ അവധിയാണ് കഴിഞ്ഞാൽ ഭൂമി ലോകത്ത് വരും. ഇനി ഈ ഭൂമി ലോകത്തിൻ്റെ പച്ചപ്പ് കാണും, സൂര്യനും ചന്ദ്രനും ഇവിടുത്തെ സംവിധാനം. അപ്പം നമ്മളിവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇവിടുന്ന് നമ്മളോട് പോകും. മരിച്ചിട്ട് കഴിഞ്ഞാൽ ബർസഖിലേക്ക് നമ്മൾ മാറ്റപ്പെടും. ഈ അവസ്ഥക്കാണ് മാറും. കണ്ടോ, അന്ന് നമ്മൾ കാണാത്ത പലതും കാണും. ഏതുപോലെ? ഗർഭപാത്രത്തിലിരിക്കും നമ്മൾ കാണാത്തത് പോലെ ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ? ഇതുപോലെ മരണം കഴിഞ്ഞാൽ നമ്മൾ പലതും കാണും. മരിക്കണം മുതൽ തന്നെ കാണും. മരിക്കുമ്പോൾ പോലും ഓന് വാപ്പാനും ഉമ്മാനെയും കുട്ടികളെയും മക്കളെയൊന്നും അല്ല കാണുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അവൻ്റെ ദൃഷ്ടി നിറഞ്ഞൊഴുകുമാർ അവൻ മലക്കുകളെ കാണുകയാണ്. അവൻ്റെ ആത്മാവിനെ പിടിക്കാൻ വന്ന മലക്കുകളുടെ കൂട്ടങ്ങളെയാണ് അവൻ നോക്കുന്നത്. അവൻ്റെ ആത്മാവിനെ കൊണ്ടുപോകുമ്പോൾ അവൻ്റെ ദൃഷ്ടി യഥാ അതിനെ പിന്തുടരുന്നു. അതുകൊണ്ട് ആ മരിച്ച മനുഷ്യനെ കണ്ണുകൾ വേഗം കണ്ണടച്ചു കൊടുക്കണം. അതെന്തിനാ? അവൻ്റെ കണ്ണിങ്ങനെ തുറിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ കണ്ടോ, അവൻ്റെ ആത്മാവിനെ ദൃഷ്ടി പിന്തുടരുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അവിടുന്ന് അങ്ങോട്ട് നമ്മൾ മറ്റൊരു ലോകമാണ്. അതെന്താ അറിയോ? ഇവിടെ നമ്മൾ ജീവിച്ചതിനേക്കാൾ കൂടിയൊരു കാലഘട്ടമാണ്. അതെത്ര നമുക്കറിയില്ല. അതാണ് ബർസഖ്. അതാണ് ബർസഖ്. അതൊരു ജീവിതത്തിൻ്റെ 3-ാമത്തെ ഒരു ഘട്ടമാണ്. നമ്മൾ വിചാരിക്കണം എന്താ അറിയോ? ഇതൊരു വലിയ കാലാണ് എന്ന്. അല്ല, ഇനി അവിടുന്ന് നമ്മളുണ്ടല്ലോ, നമ്മളിവിടെ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബർസഖ് ലോകത്ത് അതോടുകൂടി അവസാനിക്കല്ല. അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് മഹ്ശറയിലേക്ക്. മനസ്സിലാവുണ്ടോ? പിന്നെ മഹ്ശറയിൽ വിചാരണ ഉണ്ട്. ഇതൊക്കെ മദ്രസ കുട്ടികളെ പഠിപ്പിക്കും പോലെ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥ എപ്പോഴുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഉണ്ട് എന്നിങ്ങനെ, അതൊക്കെ ഉണ്ട് അല്ലേ, ഇങ്ങനെയാണ് നമ്മളെ കാഴ്ചപ്പാട്. വിചാരണ ഒക്കെ വരുമ്പോൾ കാണാം. മഹ്ശറല്ലേ, ഒക്കെ വരുമ്പോൾ കാണാം. എന്ന രീതിയാണ്. ഒരു മരിക്കണം എന്നുള്ളൊരു ആത്മാർത്ഥമായ ബോധം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ, ഇവിടുത്തെ ആനന്ദങ്ങൾ, ഇവിടുത്തെ ഒന്നും വേണ്ടല്ലോ. പക്ഷെ സുഹൃത്തുക്കളെ, പരലോകം മറന്നിട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ പരലോകത്തിൻ്റെ അവസ്ഥ എന്താവും? ഇതൊന്നും അറിയാത്ത മനുഷ്യന്മാർ നരകത്ത് പോവുകയാണെങ്കിൽ അവനൊരു സമാധാനമുണ്ടാവും. പടച്ചോനെ, എനിക്കിതൊന്നും അറിയാത്തതുകൊണ്ടാണല്ലോ, ഞാനൊന്നും ആലോചിക്കാത്തതുകൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്തത് അല്ലേ? എന്നാൽ സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങനെയാണോ? കോടാനുകോടി മനുഷ്യരിവിടെ ജീവിക്കുന്നുണ്ട്. ഈ കോടാനുകോടി മനുഷ്യരിൽ സുഹൃത്തുക്കളെ, മുസ്ലിമായിട്ട് ജനിക്കാനും മുസ്ലിമായിട്ട് ജീവിക്കാനും നമുക്ക് സുഹൃത്തുക്കളെ അനുഗ്രഹം ലഭിക്കപ്പെട്ടവരാണ്. ജനിക്കാൻ ഭാഗ്യം ലഭിക്കപ്പെട്ടവരാണ് നമ്മൾ. അത് മാത്രമല്ല, ശിർക്ക് എന്ന് പറയുന്ന ഭയാനകരമായ തിന്മയിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി. അതൊരു ചില്ലറയൊന്നുമല്ല. നമ്മൾ വിചാരിക്കണ പോലെ ചെറിയ കാര്യമല്ല അത്. പ്രവാചകന്മാർക്ക് പോലും അവനവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും കൊടുക്കാൻ കഴിയാത്ത ഹിദായത്ത് എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹം പടച്ചോൻ നമുക്ക് നൽകിയെന്ന്. സുഹൃത്തുക്കൾ, ഇനി ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഇത് മതി നമുക്ക് സത്യത്തിൽ, അല്ലേ? ഇനി നമ്മളാണ് നരകത്ത് പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. ഇനി നമ്മൾ നരകത്ത് പോണൊരു ഗതികേട് ഉണ്ടാകാൻ പറ്റുമോ? അതുകൊണ്ട് സുഹൃത്തുക്കൾ, എന്താ അറിയോ, നമ്മൾ നമ്മുടെ മരണത്തെയാണ്, അതിൻ്റെ അപ്പുറമുള്ള ഒരു ജീവിതത്തെയാണ് കാണേണ്ടത്. പിന്നെ മഹ്ശറയോടുകൂടി അവസാനിക്കുക, സ്വർഗ നരകങ്ങളോടെയാണ് ഇത് അവസാനിക്കുന്നത്. ഈ യാത്ര ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, രണ്ടിലൊന്നേ കിട്ടുള്ളൂ.
2 മരണമേ ഉള്ളൂ. ഒന്നൊരു വിശ്വാസിയുടെ മരണം, അല്ലെങ്കിൽ വിശ്വാസി അല്ലാത്തവൻ്റെ മരണം. 2 മരണമുള്ളൂ ലോകത്ത്. അപ്പം നമ്മളെങ്ങനെ മരിക്കേണ്ടത്, നമ്മുടെ പരലോകം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ചെറിയ ലോകം അത്. അതുകൊണ്ടാണ് പരലോകത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ എത്ര കാലം അവിടെ ജീവിച്ചത്, ദുനിയാവിൽ ജീവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ പറയുന്ന മറുപടി പടച്ചോൻ പറയാണ്, ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. ഒരു ദിവസം, ഞങ്ങൾ ഒരു ദിവസം അവിടെ താമസിച്ചത്. എവിടെ? ദുനിയാവിൽ. ഇവിടെ 100 കൊല്ലം ജീവിച്ചവരും പറയാം അവിടെ ചെല്ലും ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ. എന്താ അങ്ങനെ പറയണറിയോ? അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, യൗമൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 വർഷത്തിൻ്റെ ദൈർഘ്യം ഉണ്ട് എന്നാ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. അപ്പം ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ. അപ്പോഴാണ് നമ്മൾ ബോധ്യപ്പെടുക. ഇപ്പം ഏതുപോലെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ആലോചിക്കൂലേ, ഒരു ഗർഭകാലം എന്ന് പറഞ്ഞാൽ ഒരു 9 മാസം 10 ദിവസം ആലോചിക്കൂലേ. ഇതുപോലെ നമ്മൾ അവിടുന്ന് ആലോചിക്കും ഈ ലോകത്തെക്കുറിച്ചിട്ട്. ഈ ലോകത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കും സുഹൃത്തുക്കളെ. ഈ ഒരു ചെറിയ കാലഘട്ടം നമ്മൾ പടച്ച റബ്ബ് പറഞ്ഞതുപോലെ, അള്ളാഹിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒന്ന് ജീവിച്ചാൽ സുഹൃത്തുക്കളെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് മാലാ ഐനുൻ റഅത്ത് വലാ ഉദുനുൻ സമിഅത്ത്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഒരു ചിന്തകൾക്കും ഇതുവരെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത സുഖങ്ങളുടെ ലോകമാണ്. അതാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള മനുഷ്യനെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ കയ്യിസു, ബുദ്ധിമാനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. അപ്പം അതിനാണ് നമ്മുടെ കുടുംബം. ഇത് നമ്മളെ എപ്പോഴും ചിന്തിക്കണം. മക്കളെ വളർത്തുമ്പോൾ, നമ്മുടെ ഭാര്യയോട് പെരുമാറുമ്പോൾ ഇവിടെയൊക്കെ ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾ എന്തിനാണ് നമ്മൾ പാലിക്കണമെന്ന് ചോദിച്ചാൽ, അത് സുഹൃത്തുക്കളെ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാനാണ്. എന്തിനാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്? അത് പരലോകത്ത് രക്ഷപ്പെടാനാണ്. എന്തിനാണ് അവനെൻ്റെ മക്കൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? ഓനും രക്ഷപ്പെടണം, ഓൻ്റെ ഭാര്യയും രക്ഷപ്പെടണം, നമ്മളും രക്ഷപ്പെടണം. അവിടെയാണ്. അപ്പോഴേ ഇസ്ലാമിനെ നമുക്ക് ഒന്നാമത്തെ തെരഞ്ഞെടുപ്പായി നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ സുഹൃത്തുക്കളെ നമുക്ക് അതിന് സാധ്യമാവുകയില്ല എന്നാണ് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലൊന്നും തരും. ഒന്ന്, നമ്മൾ ഒരു ദീനീപരമായ നിലക്കുള്ള ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറാം. ഞാനിപ്പോൾ ഒരു മകനാണ്, ഒരു ഉപ്പയുമാണ്, അല്ലേ? ഞാനൊരു ഭർത്താവുമാണ്. ഇപ്പം ഈ ഭർത്താവ് എന്ന നിലയ്ക്ക് എനിക്ക് ചില ബാധ്യതകളുണ്ട്. മകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ മാതാപിതാക്കളോട് എനിക്ക് ചില ബാധ്യതകളുണ്ട്. ഞാനൊരു മകൻ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ ഉത്തരവാദിത്വം ഇസ്ലാമികമായി നമ്മൾ എന്ത് ചെയ്യണം? നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലൊന്നാമതായി എന്താ പറയുക, നമ്മൾ ഏറ്റവും നല്ല ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ഭർത്താവായി മാറാൻ നമുക്ക് കഴിയണം. പലപ്പോഴും ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താ വെച്ചാൽ, നമ്മൾ ഏറ്റവും കുറവ് ഭാര്യയോട് സംസാരിക്കുക. ഇപ്പം നമ്മൾ ഏറ്റവും കുറവ് സംസാരിക്കുന്ന ഭാര്യയോടേക്ക് ഒരു ഫോൺ വന്നാൽ, ഹലോ ഞാൻ വിളിക്കുമല്ലോ, ഞാൻ ഇപ്പോൾ പോന്നിട്ടല്ലേ ഉള്ളൂ, കഴിഞ്ഞു അല്ലേ? നമ്മളൊപ്പം പഠിച്ച് വരുത്തി വിളിച്ചാലോ, ഹലോ അതെ, അത് പിന്നെ മണിക്കൂറോളം ഒരു മടിയില്ല. ഇപ്പോഴത്തെ ഒരവസ്ഥയാണ്. ഇപ്പോൾ ഈ പണ്ട് പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ, ഇപ്പം നിങ്ങളൊക്കെ പോയിക്കോണം അറിയില്ല, ഇപ്പോൾ മറ്റേ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ, അതൊരു വല്ലാത്ത സംഗമങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിലൊക്കെ പണ്ട് പഠിച്ച ആൾക്കാരൊക്കെ, ഇപ്പോൾ വയസ്സായവരൊക്കെ ചിലപ്പം പോയാൽ പണ്ടത്തെ നമ്മളൊപ്പം പഠിച്ചവരെ കാണാം. അങ്ങനെ ഇത് കാണും പരസ്പരം. എന്നിട്ട് ഇതെല്ലാവരും ഉണ്ട് എന്നൊന്നും അല്ല കേട്ടോ. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട എല്ലാവരും ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോയിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം, അതൊന്നല്ല. ഒരു ചെറിയ ശതമാനമെങ്കിലും അങ്ങനെ ഉണ്ട്. പക്ഷെ ഇതിലെന്താ പറയുക, ഇതിലൊക്കെ ഒരു മെജോറിറ്റി യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. നമ്മളുണ്ട് ഇതിലേ മുസ്ലിം സമൂഹത്തിലുള്ള ആൾക്കാർ. നമ്മൾ എത്ര വാർത്തകളാണ് വായിക്കണം, പല ബന്ധങ്ങളും അവിടെ തുടങ്ങാൻ. ഏതാണ് ഏറ്റവും നല്ല ഭർത്താവ് അറിയും? ഏറ്റവും നല്ല ഭർത്താവിനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വന്തം ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നാ. അതാണ് അതിൻ്റെ ക്വാളിറ്റി. ഈ സർട്ടിഫിക്കറ്റ് തരേണ്ട ആരാ അറിയോ? ഇത് തരേണ്ടത് ആരാ? അമ്മായിമ്മയും അമ്മോശനൊന്നും അല്ല.
ആരാ തരേണ്ടത്? ഭാര്യ തരേണ്ടത്. ആ സർട്ടിഫിക്കറ്റ് നമുക്കില്ലേ സുഹൃത്തുക്കളെ? നമ്മൾ നല്ല ഭർത്താവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്? കാരണം ദീനൊക്കെ പറയുന്ന ആളാണല്ലോ. ആര്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനൊക്കെ പഠിപ്പിക്കുന്ന ആളാണല്ലോ. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയുണ്ട്? ഒരൊറ്റ മറുപടിയാണ്. എന്താ മറുപടി? ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചോക്കണേ, നമ്മുടെ ഭാര്യയോട് വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല എങ്ങനെയുണ്ട് മൂപ്പര്? ഈ താടിയും ഈ ദീനി വർത്താനൻ്റെ ഉള്ളൂ, മറ്റേ മോശമാണ് എന്നാണ് അല്ലേ? കെട്ടിയോളോട് ചോദിച്ചാൽ മതി. നമ്മൾ ചോദിച്ചാൽ പറയില്ല, കാരണം നമ്മൾ ചിലവിന് കൊടുക്കണമല്ല. അപ്പം അതിൻ്റേതായ അതാണ് അവസ്ഥ. എന്ന് വെച്ചാൽ നമ്മളൊരു ക്വാളിറ്റി ഉള്ള ഒരു ഭർത്താവായി മാറണില്ല എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ സുഹൃത്തുക്കൾ സന്തോഷം ഉണ്ടാകണം. അതെന്താ അറിയോ? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ മക്കൾ പോലെ ഒരു ദീനീപരമായി വളരണമെങ്കിൽ അവർക്കൊരു ദാമ്പത്യ ജീവിതത്തോടും ഒരു വൈവാഹിക ജീവിതത്തോടൊക്കെ താല്പര്യം ഉണ്ടാണ്. നമ്മൾ മാതൃകകളാകണം. നമ്മൾ കുറേ വയൽ വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ ചെയ്യുക. എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിൻ്റെ പെരയിലൊരു വയൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വയൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് അങ്ങനെ കേൾപ്പിക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ നോക്കുക ഇവർക്ക് വല്ല മാറ്റമുണ്ടോ അല്ലേ? പോലോടെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എങ്ങോട്ടും യാത്ര പോകുമ്പോൾ നമ്മളിങ്ങനെ മുഖമൊക്കെ ഉറപ്പിച്ചേക്കും, ഒരു വയലിട്ട് കൊടുക്കും. ആരിസുന് സലീമിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും വയലത്ത് കൊടുത്തിട്ട് ഇങ്ങനെ നോക്കുക നമ്മൾ എന്തെങ്കിലുമൊക്കെ എഫക്റ്റ് ഉണ്ടോ. അത് നമ്മളെ അവസ്ഥ അതാണ്. അപ്പോൾ സുഹൃത്തുക്കൾ എന്താ പറയുക, നമ്മളതല്ല, നമ്മളിത് നമ്മുടെ വീട്ടിൽ പ്രാക്ടിക്കലായിട്ട് നല്ലൊരു ഭർത്താവായി മാറുക. ഇതിന് നമുക്കൊക്കെ കഴിയും. നമുക്കിതൊന്നും കഴിയാത്തതൊന്നുമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആർക്കും കഴിയാത്തതല്ല. അതിലൊന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ നമ്മുടെ ഭാര്യയെ സ്നേഹിക്കേണ്ടതും നമ്മൾ നമ്മുടെ ഭാര്യയെ ഇഷ്ടപ്പെടേണ്ടതും നമ്മൾ നമ്മുടെ ഭാര്യയുമായി കൊണ്ട് നല്ല ഒക്കെ പടച്ചോൻ്റെ പ്രീതി പ്രതീക്ഷിച്ചാകണം. പടച്ചോൻ്റെ പ്രീതി പ്രതീക്ഷിച്ചിട്ടാകണം. അവിടെയാണ് നമുക്ക് നല്ലൊരു ഭർത്താവായി മാറാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ സുഹൃത്തുക്കളെ നമുക്ക് എന്താ അറിയോ, ആരെങ്കിലുമൊക്കെ ഭാര്യയെ ബോധ്യപ്പെടുത്താൻ ഭാര്യ ഉള്ള സമയത്ത് അവളോടൊരു കൃത്രിമ സ്നേഹം കാണിക്കുക അല്ലേ? എന്നിട്ട് പല ആളുകളുമായി പല സ്ത്രീകളുമായി ബന്ധം, ഇപ്പം ഈ മൊബൈൽ ഫോണിലൂടെ പല ആളുകളുമായി ബന്ധമുള്ള ആളുകൾ ധാരാളം അങ്ങനെ. അത് പല ആളുകളും പല സ്ത്രീകളുമായിട്ട് ഇപ്പം നമ്മളൊരു സ്ത്രീയോട് സംസാരിച്ചു, ഒരു മെസ്സേജ്, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഒരു പരിധി വിട്ട ഒരു ബന്ധം നമ്മുടെ ഭാര്യയ്ക്ക് അവർക്ക് വേണ്ട താല്പര്യമില്ലാത്ത അവർക്കറിയാത്തൊരു രഹസ്യ ബന്ധം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഏറ്റവും നല്ല പുരുഷന്മാരറിയും അവർ കാമുകിമാരെ സ്വീകരിക്കാത്തവരാണ്. അവനാൻ്റെ ഭാര്യ ഉണ്ടാകും, പക്ഷെ ഒപ്പം കാമുകിമാർ വേറെ. ഇതെന്താ, ഇതൊക്കെ ഒരു രഹസ്യമായ പരസ്യമാണ്. നമ്മളെ മനസ്സിലുണ്ടാവും അങ്ങനെ ഒരു ബന്ധം. ഞാൻ അങ്ങനെ ചില ആൾക്കാർക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ഭാര്യ സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അപ്പോൾ അവളുമായി കുറച്ചേരം ഇരിക്കാൻ കഴിയില്ല. അവളുമായി കൊണ്ട് നമ്മുടെ വീട്ടിൽ സംസാരിക്കാം. ഒന്നാമത് ഇവിടെ സംസാരിക്കാൻ തന്നെ സമയമില്ല അല്ലേ? കാരണം നമ്മളെ വീട്ടിൽ ഒന്ന് വൈകുന്നേരമാണ് എത്തിയ വാപ്പ മൊബൈലായിട്ടൊരു മൂലക്കുണ്ടാവും, അതുപോലത്തെ അമ്മ വേറൊരു മൂലക്കുണ്ടാവും, മകൾ വേറൊരു മൂലക്കുണ്ടാവും, മകൻ വേറൊരു മൂലക്കുണ്ടാവും. ചോറിനുമ്പോൾ പോലും മുഖത്ത് വെക്കൂല. അതാണ് ഇപ്പോഴത്തെ ഒരു വല്ലാത്തൊരവസ്ഥ. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുവരെങ്ങനെ ഇത് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ടാണ് മകൻ്റെ അടുത്തും മകളടുത്തൊക്കെ ഉണ്ടാവും. പിന്നെ വാപ്പാക്ക് ഭാര്യയോട് മക്കളോട് പറയാൻ കഴിയില്ല, മോനെ മൊബൈൽ എടുക്കണ്ടാന്ന്. കാരണം മകന് ചോദിക്കും അല്ലേ? ചോദിക്കാൻ പറ്റാത്ത പ്രായത്തിലാണ് വാപ്പാനൊരു നോട്ടം നോക്കും. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എന്താ കഥ? അതാണ് നമ്മൾ പറയും നേരത്തെ 10 മണിക്ക് ഉറങ്ങണം. കുട്ടികളോട് പറയും 10 മണിക്ക് ഉറങ്ങണം, മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. നമ്മൾ 12-1 മണി വരെ ഇരിക്കാതെ പിന്നെ കുട്ടികളെങ്ങനെ നേരാകുക? അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ മഗ്‌രിബിന് ശേഷം നമ്മളെ വീട്ടിലെത്തിയാലുണ്ടല്ലോ, അത് നമ്മുടെ ഭാര്യയും കുട്ടികളുമായി കൊണ്ട് സംസാരിക്കാനും അതുപോലെ തന്നെ അവരുമായി കളിക്കുക, ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളെങ്ങനെ മുതുവത്തിരുത്തി ആന കളിച്ചിരുന്നു എന്നാണ്. ആര്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളെങ്ങനെ മുതുവത്തിരുത്തുക. നമ്മൾ പണ്ടില്ല ഇങ്ങനെ ആന കളിച്ചിട്ട് കയറണം, അങ്ങനെ കളിക്കുക. സഹാബി കാണുമ്പോൾ പറയണം, മക്കളെ എന്തൊരു നല്ല വാഹനത്തിലാണ് നിങ്ങൾ കയറിയത്. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
വാഹനത്തിൽ കയറിയവരും നല്ലവർ തന്നെയാണ്. നമ്മളെ കുട്ടികളെ എപ്പോഴാണ് സുഹൃത്തുക്കളെ അങ്ങനെ കളിപ്പിക്കലുള്ളത്? ആ ചെറിയ 2 വയസ്സിലിങ്ങനെ അല്ലേ എടുത്തിട്ട് ഇങ്ങനെ 10 ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അത് കൊടുക്കല്ലാതെ എപ്പോഴും ചിലപ്പോൾ നമ്മളെ കയ്യിൽ കുട്ടീനെ തന്ന് ഓളെങ്ങാനൊരു ചായ ഉണ്ടാക്കാൻ പോയാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അവിടെ ഒഴിവാക്കും. കാരണം നമ്മളെ മൊബൈൽ ഫോൺ നോക്കൊക്കെ തടസ്സമാണത്. അതാണ് അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ ചുംബിക്കുകയാണ്, പേരക്കുട്ടികളെ ചുംബിക്കുക. ഒരിക്കൽ ഇങ്ങനെ ഖുത്ബ നടക്കുകയാണ്. ഖുത്ബ നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികൾക്ക് വേച്ച് നടന്നു വരുന്ന പ്രായം, അങ്ങനെ നടക്കും വീഴും, ആ ഒരു പ്രായം ഉണ്ടല്ലോ, അങ്ങനെ നടക്കുക അങ്ങനെ വീഴുക. അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് വന്ന് കുട്ടികളെ എടുത്തിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അള്ളാഹ് പറഞ്ഞ എത്ര ശരിയാണ്, ഇന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും ഒരു പരീക്ഷണമാണ് എന്ന് അള്ളാഹ് പറഞ്ഞ എത്ര ശരിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മിമ്പറുമ്മ കയറി പ്രസംഗിക്കുക. നമ്മളൊക്കെ കുട്ടികളെ ഉമ്മ കൊടുത്ത കാലപ്പഴ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ കൊടുക്കുമ്പോഴേ ഒരു കാട്ടറബി കാണുകയാണ്, ഇന്നലി അശറത്ത് ഔലാദ്, 10 മക്കളുണ്ട്. അദ്ദേഹം പറയാനിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മാ ഖബ്ബൽതുഹും അഹദ, ഒരാൾ ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല, 10 കുട്ടികളുണ്ട്, ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ലാ യർഹം ലാ യുർഹം, കരുണ ചെയ്യാത്തവന് പടച്ചോൻ കരുണ കാണിക്കൂല. മക്കളെ ചുംബിക്കുകയാണ്, ഭക്ഷണം കൊടുക്കുമ്പോൾ അടുത്തിരുത്തുകയാണ്, എന്നിട്ട് പറയണം മക്കളെ അടുത്തുനിന്ന് തിന്നെ. കണ്ടോ, ഭക്ഷണത്തളികൾ അടുത്തുനിന്ന് തിന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതൊന്നും മദർസ ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, അവനാൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യണത്. ഇതിപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ മദർസയിലായിട്ടും നല്ല കുട്ടികൾ കേടരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായം ദീന് കേൾക്കണ പോലെ പഠിക്കണ പോലെ മറ്റേത് മതക്കാരാണ് പഠിക്കണുള്ളു? ആരെങ്കിലും ഉണ്ടോ? ഒരു മനുഷ്യനുമില്ല. ഹൈന്ദവർക്കില്ല. നമ്മൾ 4 വയസ്സായ കൊണ്ടാക്കും, പറ്റുമെങ്കിൽ 2, 3 വരെ ഇഫ്ലിനും ഉണ്ടാക്കും അല്ലേ? 3-ാം ക്ലാസ്സിൽ നിന്ന് 3 വയസ്സാകുമ്പോൾ തന്നെ 3.5 ആകുമ്പോൾ തന്നെ കൊണ്ടാക്കും, അല്ലെങ്കിൽ 4 വയസ്സാകുമ്പോൾ മദർസിൽ വിടും. അതിന് കഴിഞ്ഞാൽ സിയാറി സംവിധാനങ്ങളുണ്ട്. അതിന് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച കുത്തുബകൾ, റമളാൻ്റെ ക്ലാസിൻ്റെ പൊടിപൂരാൻ അല്ലേ? ഓരോ സംഘടനക്കും ധാരാളക്കണക്കിന് വയലാണ്. അതിൻ്റെ പുറമെ ഓൺലൈനിൽ എടുത്തു നോക്കിയാൽ പണ്ടൊക്കെ നമുക്ക് ഒരു കുത്തുബ കേൾക്കാം, 25 കുത്തുബ 2:30 നമുക്ക് കേൾക്കാം. 25 അങ്ങനെ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഏത് കുത്തുബ ആണെങ്കിലും കേൾക്കാം. ഏത് മതത്തിനാണ് കൂട്ടർ ഇങ്ങനെയുള്ളത്? എന്നിട്ടെന്താ നമ്മളെ മക്കൾ എന്നാകത്ത്? എന്നിട്ടെന്താ നമ്മളെ കുടുംബങ്ങൾ എന്നാകാത്ത്? അതാ നമ്മൾ ആലോചിക്കേണ്ടത്. മദ്രസകളായ മദ്രസകൾ ഇവിടെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോൾ 5-10 മദ്രസ ഉണ്ടാവും. സമസ്തക്കുണ്ട്, APക്കുണ്ട്, ഈക്കക്കുണ്ട്, ഇതൊന്നും ഇല്ലാത്തൊരു മുസ്ലിം ജമാഅത്തിനുണ്ട്. അതിങ്ങനെ കഴിഞ്ഞാൽ പിന്നെ മുജാഹിദിൻ്റെ നമ്മളെ വിശുദ്ധത്തിനുണ്ട്, മറ്റേ KNM-നുണ്ട്, അടവൂർ വിഭാഗത്തിന്, എല്ലാവർക്കും ഉണ്ട് മദ്രസ. എന്താണ് നന്നാകാത്തത്? എന്താ നന്നാകാത്തത്? ഇത് മദ്രസ എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. നിസ്കരിക്കണം എന്നുള്ളൂ, നിസ്കരിക്കണം. ആ നിസ്കരിക്കുമ്പോൾ ഇന്ന പ്രാർത്ഥന ചെല്ലണം, ഇങ്ങനെ റുക്കൂ ചെയ്യണം, ഇങ്ങനെ സുജൂദ് ചെയ്യണം, ഇതാണ് അത്തഹിയാത്ത്, ഇങ്ങനെ സലാം വീട്ടണം. ഇത് മദ്രസന്ന് പഠിപ്പിച്ചു കൊടുക്കും. ഇത് കാണേണ്ടത് വാപ്പാൻ്റെ അടുത്തുനിന്നും ഉമ്മാൻ്റെ അടുത്തുനിന്നുമാണ്. പടച്ചോൻ്റെ തൗഫീഖേറ്റ് സുബഹിക്ക് നീക്കുന്നത് കുട്ടികൾ കാണുന്നത് ആകെ റമളാനിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സുബഹിക്ക് ബാങ്ക് വിളിച്ച് നമ്മൾ പള്ളിക്ക് ഇങ്ങനെ ഒരു സ്കൂട്ടർ എടുത്ത് പോരുമ്പോൾ 4 ഭാഗം മുസ്ലിം വീടായിരിക്കും. എത്ര വീട്ടിൽ ലൈറ്റ് കാണും? ലൈറ്റ് കാണില്ലതിൻ്റെ അർത്ഥം എന്താ? അവിടെ എണീറ്റിട്ടില്ല എന്നാണ്. എത്ര വീട്ടിൽ ലൈറ്റ് കാണും? ജുമയ്ക്ക് നമ്മളെ പള്ളിയിൽ എത്ര ആൾക്കാരുണ്ട്? ഫുള്ളാണ്. നമ്മളിങ്ങനെ മേലക്ക് ഇനി 5-ാം നില എടുക്കണമെന്ന് നിങ്ങൾക്കാരും അടുത്ത ചർച്ച ഉണ്ടാകുക അല്ലേ? കാരണം ഫുള്ളാണ്. എന്താ സുബഹിക്ക് അതില്ലാത്തത്? ളുഹറിന് നമുക്ക് കാരണം പറയാം, ഇവിടെ കാരണം പറയുന്നത് ഞാൻ അവിടെ ഇരുന്നു ഇവിടെ ഇരുന്നു. അസറിനും മഗ്‌രിബിക്കൊക്കെ പറയാം. സുബഹിക്ക് എന്താ കാരണം? സുബഹിക്ക് ആരാ ജോലിക്ക് പോണവര്? ആ സുബഹിക്കും അത്ര ആളെ കാണണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സുബഹിക്കും അത്ര ആളെ കാണണ്ടേ അവിടെ? എന്താ ഇല്ലാത്തത്? അപ്പൊ സുഹൃത്തുക്കൾ ഏതാണ്? അവനാൻ്റെ വീട്ടിൽ ഒരു മനുഷ്യ സുബഹിക്ക് എണീക്കണില്ല. ഏറ്റവും നല്ല അല്ലേ, അള്ളാഹുവിനോട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഏറ്റവും നല്ല സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നമ്മുടെ അത്താഴമൊക്കെ കഴിക്കുന്ന ഒരു സമയമുണ്ടല്ലോ,
അത് രാത്രിയുടെ 1/3 ഭാഗമാകുമ്പോൾ ആ സമയത്ത് എണീറ്റ് ഒരു 3 റക്അത്ത് നിസ്കരിച്ച സുഹൃത്തുക്കളെ എന്തൊരു ഖൈറുണ്ട് ആ വീട്ടിൽ. ഇസ്ലാസം പറഞ്ഞു, നിങ്ങൾ വീടുകൾ കബറിടങ്ങളാക്കരുത്. നിങ്ങളവിടെ ഖുർആൻ ഉണ്ടാകണം, അവിടെ സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടാകണം, ഒക്കെ ഉണ്ടാകണേ. ഇത് എല്ലാ മാലിന്യം ആ പെരയിലുണ്ടാവും. കുട്ടികളെങ്ങനെ മദ്രസക്ക് വിടണമുണ്ടാവും. എന്നിട്ട് ആ കുട്ടികളിങ്ങനെ ഓലിങ്ങനെ സഹാബ വനിതകളെ പോലെ ആകും വേണം. എന്നിട്ട് അതായിട്ടില്ലേ മദ്രസ മൂല്യന്മാർക്ക് അവിടെ നിൽക്കാനും പറ്റൂല. അവനാൻ്റെ വീട്ടിലത് പ്രശ്നം. മോന്തായം വളഞ്ഞിക്കാണ്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം. പെരുടെ മോന്തായം വളഞ്ഞ പിന്നെ മൊത്തം വളഞ്ഞിട്ട് തന്നെ ഉണ്ടാകുക. വാപ്പ ഉമ്മ എന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ടല്ലോ, ഒരാൾ നന്നായിട്ടില്ലെങ്കിൽ ആ വീട്ടിലത്തെ കുട്ടികളെ നിങ്ങൾ 50 കൊല്ലം മദ്രസ കുട്ടിയും ചിലപ്പോൾ നേരാവില്ല. നിങ്ങൾ ആ പെരേന്ന് മാറ്റി വേറൊരു ഹോസ്റ്റലിൽ കൊണ്ടാക്കേണ്ടി വരും. ഒരു ചിലപ്പോൾ നേരാവും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എല്ലാ മക്കളും ഇവിടെ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കണത്. പക്ഷേ അവൻ്റെ മാതാപിതാക്കളാണ് യുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി വയുഹബ്ബിദാനിഹി, മജൂസിയാക്കുന്നത് അവരെ, യഹൂദിയാക്കുന്നത്, നസ്രാനിയാക്കുന്നത്. നമ്മുടെ മക്കളുടെ അടിമുടി വഴി പഴപ്പിക്കണ വാപ്പി ഉമ്മയാണ്. എന്ന് വെച്ചാൽ ഞാൻ വാപ്പയാണ്, ഞാനാണ് ഉമ്മ, ഞാൻ എൻ്റെ ഭാര്യ ഉമ്മയാണ്, എൻ്റെ ഭാര്യയാണ്. അതിന് നമ്മൾ എത്ര കൈയഴുകിയിട്ടും കാര്യമില്ല. നമ്മളെ കുട്ടികൾ മറ്റവൻ്റെ കൂടെ ഇറങ്ങിപ്പോണുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഒരു സുപ്രഭാതത്തിൽ ഒരു കുട്ടി ഒരാണ്ട് കൂടെ ഇറങ്ങിപ്പോവില്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. കുട്ടികൾക്ക് ഇത്തരം ആശയങ്ങളുടെ ബ്ലൂ പ്രിന്റുകൾ ചെറുപ്പം മുതൽ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഈ സിനിമയും സീരിയലും അശ്ലീലതകളും 1, 2 നമ്മുടെ മക്കൾ കാണുന്നത്. 1, 2 ദിനേനത് കാണാണ് അല്ലേ? ഈ അന്യ ആണും പെണ്ണും തമ്മിൽ അവർ പ്രേമവിവശരാകുന്നു, അവർ തമ്മിൽ വിവാഹം കഴിക്കുന്ന ഒരു സംഘടന ഉണ്ടാവും, സിനിമ അവസാനിക്കണം. ഇതന്നെ എല്ലാ സിനിമയുടെയും തീം. ഇതിങ്ങനെ കാണാ കുട്ടികൾ. ഇത് ചെറുപ്പം മുതൽ കാണുകയാണേ. 3, 4 വയസ്സ് ചോറ് എടുക്കണ വരെ സിനിമ കാണിച്ചു കൊടുത്തിട്ടാണ് അല്ലേ? കുട്ടികൾക്ക് ചോറ് കൊടുക്കേ, പ്ലേറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ട് പോകത്തിരുന്ന് ഇങ്ങനെ. അപ്പോൾ കുട്ടി ഇങ്ങനെ നോക്കും, സ്ത്രീനിക്ക് നോക്കുമ്പോൾ അവനാൻ്റെ ഉമ്മയുടെ പ്രായത്തിലുള്ള പെണ്ണിങ്ങനെ കുറച്ച് വസ്ത്രം ധരിച്ചിങ്ങനെ ഡാൻസ് ആടുന്നു. കുട്ടി ഇങ്ങനെ വായ വിളിക്കും, അപ്പോൾ ഒരു ഉരുള കൊടുക്കും. ഇവിടുന്നാണ് തുടങ്ങിയിട്ടേ. ഇതെന്താ അറിയോ, കുട്ടികളുടെ മസ്തിഷ്കം വളരുന്ന പ്രായമാണ്. ആ പ്രായത്തിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കണം എന്തുണ്ടോ, നിങ്ങൾ സംസാരിക്കണം എന്തുണ്ടോ, അതൊക്കെ ബ്ലൂ പ്രിൻ്റായി രൂപപ്പെടുന്നതാണ് കുട്ടിയുടെ തലച്ചോറിൽ. പിന്നീട് അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന സമയമാണ് നമ്മളെ നാട്ടിലെ സ്കൂളുകൾ. മനസ്സിലായിട്ടോ? ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി നിങ്ങളെ വരെയെന്നാണ്. അപ്പോൾ കുട്ടികളെ വഴി തെറ്റിക്കാനുള്ള സംവിധാനം നിങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തത്. അതാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ വീട്ടിൽ അശ്ലീലതകളും അനാവശ്യങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കും അല്ലേ? അതൊക്കെ നിയന്ത്രിക്കാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്, ഇല്ലെങ്കിൽ ചെയ്യരുത്. അപ്പം നമ്മുടെ മക്കള് നമ്മുടെ വീട്ടിൽ വളരുന്ന ചുറ്റുപാട് അവിടെ നന്നാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമ്പോഴേ അവിടെ ഒരു ഇസ്ലാമിക് കുടുംബം രൂപപ്പെടുകയുള്ളൂ. അതുകൊണ്ട് പിതാവ് എന്നുള്ള നിലക്ക്, ഭർത്താവ് എന്നുള്ള നിലക്ക് നമുക്ക് ചില ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള ഉമ്മമാരോട് ഏറ്റവും അവരുടെ ഉത്തരവാദിത്തമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താ അറിയോ? വീട്ടിലെ മക്കളുടെ ഉത്തരവാദിത്തം അത് ഉമ്മമാരുടേതാണ്. ഭർത്താവിൻ്റെ വീടിൻ്റെ ഉത്തരവാദിത്തം ഉമ്മമാരുടേതാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. അപ്പം എന്തപ്പം എൻ്റെ കെട്ടിയോന് പണി നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ, എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, എല്ലാവരും അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് റബ്ബിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മർഅതു റാഇയത്തുൻ, ഒരു പെണ്ണ് അവൾ ഉത്തരവാദിത്തമുള്ളവളാണ്, ഭർത്താവിൻ്റെ വീടിൻ്റെ ഉത്തരവാദിത്തമുള്ളവളാണ്. അതുപോലെ തന്നെ അവൻ്റെ മക്കളുടെയും ഉത്തരവാദിത്തമുള്ളവളാണ്. വമസ്ഊലത്തുൻ അൻ റഇയതിഹാ, ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. റബ്ബിൻ്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല സുഹൃത്തുക്കളെ, ആരാണെങ്കിലും. അള്ളാഹുടെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടുന്നൊക്കെ ന്യായീകരണമൊക്കെ പറയാം. അതിൻ്റെ അർത്ഥം വാപ്പാക്ക് തിരിഞ്ഞു നോക്കണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ, ആ വീടിൻ്റെ ക്രമീകരണത്തിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഉമ്മമാർക്കാണ്.
അതുകൊണ്ട് ഉമ്മമാരെന്തറിയോ അവർ മനസ്സിലാക്കേണ്ടത്, എനിക്ക് 2-3 കുട്ടികളൊക്കെ ഉണ്ട്, ആ വീട്ടിലാണ് ഞാനും താമസിക്കാനുള്ള ഒരു ഓർമ്മ ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മളെ വീട്ടിലേ നമ്മുടെ മക്കൾ വളരുന്ന സ്ഥലങ്ങളിൽ അവിടെ എന്തറിയോ കുട്ടികൾക്കൊരു സമാധാനം കിട്ടണം, കുട്ടികൾക്കൊരു സന്തോഷമുള്ള വീടാകണം നമ്മുടെ വീട്. പക്ഷേ നമ്മുടെ വീട്ടിലായിരിക്കും നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത അനുഭവിക്കുന്നത്. നമ്മുടെ വീട്ടിലായിരിക്കും അസ്വസ്ഥത അനുഭവിക്കുന്നത്. അതെന്താ അറിയോ, നമ്മളെ കുട്ടികൾ നമ്മുടെ അടുത്തിരിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. അതിനുണ്ടല്ലേ ഓളെപ്പോഴും അങ്ങനെ അവിടെ ഓലത്ത് അവിടെ പോയിരിക്കുക, ഞങ്ങളത്തിരിക്കൂല. എങ്ങനെ ഇരിക്കുക, ഇരിക്കുമ്പോൾ തന്നെ ഉപദേശങ്ങളുടെ ചാക്കുകെട്ടായിരിക്കും. പിന്നെ അത് ശരിയല്ല, അത് ശരിയല്ല, മറ്റേ ശരിയല്ല അല്ലേ. കുട്ടികളെന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയണില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ എന്താ അറിയോ, അവരുടെ ശരീരത്തിൽ മാറ്റം വരുന്ന ചില പ്രായമുണ്ട്. ആ പ്രായത്തിലൊക്കെ പ്രത്യേകിച്ച് ഉമ്മമാർ നമ്മുടെ പെൺകുട്ടികളെ ചേർത്ത് പിടിക്കണം. എന്താ അറിയോ, സ്നേഹം കൊടുക്കുക ഏറ്റവും പ്രധാനമാണ്. നമ്മൾ സ്നേഹം ഉണ്ട് എൻ്റെ മക്കളോട് സ്നേഹം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സ്നേഹം കൊടുക്കണില്ലെങ്കിൽ സ്നേഹം കൊടുക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ആളുണ്ട്. ഇവിടെ ഒരു ചിലവില്ലാതെ കിട്ടുന്ന സാധന സ്നേഹം. നിങ്ങളെ പെരടൊക്കെ പുറത്ത്, നിങ്ങളെ ഗേറ്റിൻ്റെ പുറത്ത് കുറേ ആൾ സ്നേഹം കൊടുക്കാൻ കാത്തിക്കുന്നുണ്ട്. ഓരെവിടുക്കും കൊണ്ടുപോകും അവനാൻ്റെ പെൺകുട്ടികളെ അല്ലേ. ആ പ്രത്യേകമായ ആ ബൈക്കൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് ഇരുന്നാലും മറ്റവൻ്റെ മുഖത്ത് കണ്ട് ചാഞ്ഞിരിക്കും. അങ്ങനത്തെ ഒരു ബൈക്കുണ്ട്. എന്നിട്ട് ഇങ്ങനെ പോവുകയാണ്. എപ്പോഴത് പിടിക്കപ്പെടുന്നറിയോ, ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് അതാ കോഴിക്കോട് ജില്ലയിലാണ്. വാപ്പ അറിഞ്ഞില്ല, ഉമ്മ അറിഞ്ഞില്ല, ഒപ്പം പഠിക്കണവൻ്റെ കൂടെ പോയതാണ്. ആക്സിഡൻറ്റ് പറ്റി മരിച്ചു 2 ആളും. ഈ മരിച്ചാരാ? നമ്മുടെ മക്കളെപ്പോലുള്ള മക്കളാണ്. എന്തേ ഒരു ഭാര്യയും ഭർത്താവ്? അതൊന്നുമല്ല, ഒരു കോളേജിൽ നിന്ന് പോയതാ സ്കൂട്ടറുമേ. അപ്പോഴേത് പിടിക്കപ്പെടണുള്ളൂ. നിങ്ങളിപ്പോൾ എത്ര നമ്മൾ യാത്ര ചെയ്യണതല്ലേ. ഇപ്പം ഞാനൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കാണുന്നതാണ്, വാപ്പിമ്മയൊക്കെ സ്നേഹത്തോടു കൂടി ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പാവം കൊടുന്നാക്കുകയാണ്. പെൺമക്കളെ കൊടുന്നാക്കുകയാണ്. എവിടെ? കോയമ്പത്തൂർ പഠിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റേ സേലത്ത് പഠിക്കുകയാണ്, അങ്ങനെ പല സ്ഥലങ്ങളിൽ എറണാകുളത്ത് പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കണ കുട്ടികളെ ഓലിങ്ങനെ ആ വലിയൊരു കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ മുഖത്ത് കയറ്റി വന്നിരുന്ന് സീറ്റിലൊക്കെ ഇരുന്ന് ആ വാപ്പാൻ്റെ ഇമ്മാൻ നമ്മളിങ്ങനെ നോക്കും. വാപ്പയും ഇങ്ങനെ കരയണില്ല എന്നേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാവുമല്ലോ, കണ്ണെന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്ന് ഒരു വാപ്പ ഓടി വന്ന് വെള്ളം കൊടുക്കുക. നമ്മുടെ ട്രെയിൻ ഇങ്ങനെ ഇളകിയപ്പോഴേ വെള്ളം കുട്ടിക്ക് കൊടുത്തില്ല വെച്ചിട്ട് ഒരു കടയിൽ നിന്ന് വാങ്ങി ഓടി കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ്. ഇങ്ങനെ എത്തി കുറച്ചങ്ങോട്ട് ദൂരാണ് പോയി അടുത്ത 2-3 സ്റ്റോപ്പിന് കഴിയുമ്പോൾ കാണാം ഓളുടെ അടുത്ത് വേറെ ആള്. പിന്നെ നമ്മൾ മാറിയിരിക്കേണ്ടി വരും. കാരണം പിന്നെ കാണുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അതാണ് അവസ്ഥ സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ സ്നേഹം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് സ്നേഹം, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ കുട്ടി ഭയങ്കര ഉഷാറാണ്, നിങ്ങൾ സ്കൂളിൽ വന്ന് നോക്കി നമ്മളെ കുട്ടികളെ അറിയാതെ. ഇപ്പം ഞാനൊരു അധ്യാപകനാണ്, ഞാൻ ചില രക്ഷിതാക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ കുട്ടികളൊന്നും നല്ല ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ എത്തിയോന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കുട്ടി. കാരണം എന്താ പറയുക, ഇന്ന് നമ്മൾ അധ്യാപകർക്ക്, പണ്ടൊക്കെ നമ്മൾ അധ്യാപകർക്ക് കുട്ടികളെ നിയന്ത്രിക്കാനുള്ളൊരു അവകാശം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പഠിപ്പിക്കൽ മാത്രമല്ല, മനസ്സിലാണ്ടോ? ഒരാണും ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന പ്രായം അറിയില്ലേ അല്ലേ, നമ്മളൊക്കെ പ്രായത്തിലുള്ള ആൾക്കാർ ഒരു 10-42 വയസ്സായി അല്ലേ. നമ്മൾ പഠിക്കുന്ന പ്രായത്തിൽ സ്കൂളിൽ ഒരു പ്രേമോ 2 പ്രേമോ സ്കൂളിൽ തന്നെ ഉണ്ടാവുള്ളൂ. 1-2 പ്രേമോ. എങ്ങനെങ്കിലുമൊക്കെ ആരും കാണാതെ ഒരു കത്തെറിഞ്ഞു കൊടുത്ത് ഓടുക ചെയ്യുക. ഓൻ്റെ ധൈര്യം അത്രയ്ക്ക് ഉണ്ടെന്ന്. ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു ബെസ്റ്റി ഉണ്ട്, ഒരു ബോയ് ഫ്രണ്ടും ഉണ്ട്. നമ്മളെ കുട്ടികൾക്ക് ഉണ്ട് നല്ല പെൺകുട്ടികളുടെ ഒരു ബെസ്റ്റി ഉണ്ട്, ഒരു ബോയ് ഫ്രണ്ടും ഉണ്ട്. അങ്ങനെ പറഞ്ഞ ബെസ്റ്റിയാണോ എന്നാൽ അത് രണ്ടും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. കുട്ടിയോട് ചോദിച്ചാൽ മതി, ചിലപ്പോൾ പറഞ്ഞുതരും കേട്ടോ. എന്ന് വെച്ചാൽ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ ഓളിന്ന് അവിടെ സ്കൂളിൽ പഠിക്കാൻ പറ്റാത്തോളാണ്. അതന്നത്തെ കാഴ്ചപ്പാട്. ഇനി ഇത് അധ്യാപകരായ നമുക്കിത് എന്തെങ്കിലും കണ്ടു വിചാരിച്ചോ? എന്തെങ്കിലും കണ്ടു എന്ന് വിചാരിക്കലൊന്നല്ല, കണ്ടാലും കാണാത്ത പോലെ പോവുക ഇപ്പം മാർഗമുള്ളൂ. കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഒരു അധ്യാപകനാണ്. ഓൻ പറയണേ, ഞാനൊരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും കാണാൻ പറ്റാത്തൊരു രീതിയിൽ കണ്ടു. ഞാൻ ആ കുട്ടിയെ വിളിച്ചൊന്ന് ശകാര രൂപത്തിലൊന്ന് എന്ത് ചെയ്തു, ഉപദേശിച്ചു.
ഒരു അധ്യാപകന് കുട്ടികളോട് പറയാവുന്നൊരു ഇതുണ്ടല്ലോ, ലിമിറ്റ്. പെൺകുട്ടി പറഞ്ഞ എന്താ അറിയോ, ആൺകുട്ടി അത്ര പറഞ്ഞില്ല, പെൺകുട്ടി പറഞ്ഞ മാസായ മതി വാപ്പയെ കണ്ട. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു കലാലയം, ഒരു